വിൻഡോ ഗ്ലാസിൽ തെന്നി വീഴുന്ന മഴത്തുള്ളികളിൽ ഓരോന്നും തന്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് തൊട്ട് എണ്ണം പിടിക്കുകയാണ് റെനീൻ. ഗ്ലാസിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്ന ജലത്തുള്ളികളെ അവന്റെ വിരലുകൾ പിന്തുടർന്നുകൊണ്ടിരുന്നു. പുറത്ത് നേർത്തു പെയ്യുന്ന മഴയിൽ ജലത്തുള്ളികൾ വിൻഡോയിൽ തെറിച്ചു വീഴുന്നു. കട്ട പതിച്ച നിലത്ത് മഴത്തുള്ളികൾ കുത്തനെ വന്ന് വീഴുന്നത് അവൻ വിൻഡോയിലൂടെ ഏന്തി വലിഞ്ഞു നോക്കി. പതുക്കെ വിൻഡോ ബട്ടണിൽ വിരലമർത്താൻ കൈനീട്ടി. പെട്ടെന്ന് തന്നെ പിൻവലിച്ചു കളഞ്ഞു. പിറകിലെ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ പപ്പ കോഫി ഷോപ്പിൽ അയാളോട് സംസാരിക്കുകയാണ്. കുറച്ചുനേരം പപ്പയെ നോക്കി വീണ്ടും അവൻ മഴത്തുള്ളികളിൽ തൊട്ട് വിൻഡോയിൽ മുഖം അമർത്തിയിരുന്നു. പെട്ടെന്നാണ് അതവന്റെ കണ്ണിൽപ്പെട്ടത്. ഒരു വലിയ അക്കോഷ്യ മരത്തിന് ചുവടെ കെട്ടിക്കിടക്കുന്ന ഇത്തിരി വെള്ളത്തിൽ ഒഴുകിക്കളിക്കുന്നു പല നിറത്തിലുള്ള കടലാസ തോണികൾ. അവന്റെ കണ്ണുകൾ വിടർന്നു. മരത്തിന് പിറകിൽ നിന്ന് ഒരു വെളുത്ത കൈ നീണ്ടുവന്ന് അവയെ ചെറുതായൊന്ന് തട്ടിക്കൊടുത്തു. ഇളകിയാടുന്ന കൊച്ചുവള്ളങ്ങളിൽ നോക്കി പതിയെ റെനീൻ കാർ ഡോർ തുറന്നു. കോഫി ഷോപ്പിലിരിക്കുന്ന പപ്പയെ ഒരു വട്ടം കൂടി തിരിഞ്ഞു നോക്കി. നിലത്ത് കാൽ കുത്തിയപ്പോൾ മഴത്തുള്ളി അവന്റെ വെള്ള നിറത്തിൽ പിങ്ക് ലേസുള്ള കുഞ്ഞു ഷൂസിൽ ചിതറി വീണു. ചുവന്ന തൊപ്പിയുടെ ഇടയിലൂടെ ചെമ്പിച്ച തലമുടി കാണാം. വൈറ്റ് ടീഷർട്ടും മീതെ ഓറഞ്ച് നിറത്തിലുള്ള ഓവർകോട്ടും. ഡ്രസ്സിലൊട്ടാകെ നനവ് പടർന്നു തുടങ്ങി. റെനിന്റെ ശ്രദ്ധ മുഴുവൻ തോണിയിലേക്കും അവയെ തലോടിക്കൊണ്ടിരിക്കുന്ന വെളുത്ത കൈകളിലേക്കുമായിരുന്നു. എൽദോ അയാൾക്ക് കൈകൊടുത്ത് ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി. പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാറിൽ കയറി. റെനിൻ, നിന്നെ ഞാൻ സാറാൻഡിയുടെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്യാം. രാത്രി മമ്മ വരും വിളിച്ചോണ്ട് പോവാൻ. ഓക്കെ? അയാൾ കാർ സ്റ്റാർട്ടാക്കി പിറകോട്ടെടുത്തു. റെനിൻ മറുപടിയില്ല. അപ്പോഴാണ് സീറ്റിലേക്ക് നോക്കിയത്. അവിടെയെങ്ങും ആരുമില്ല. ബാക്ക് സീറ്റിൽ നോക്കി. അവിടെയുമില്ല. റെനിൻ, റെനിൻ. അയാൾ പരിഭ്രാന്തിയോടെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഉച്ചത്തിൽ വിളിച്ചു. തൊട്ടടുത്ത ഗാർഡനിലും കോമ്പൗണ്ടിലുമെല്ലാം നോക്കി. ഒച്ച വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. മേഘങ്ങൾ തിമിർത്ത് പെയ്യാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അയാളുടെ ശബ്ദം കുതിച്ചു പാഞ്ഞെത്തിയ മഴയിൽ ചിതറിത്തെറിച്ചു. അവിടെ അക്വേഷ്യ മരത്തിന് ചുവടെ ഒരു കുഞ്ഞു തോണി വെള്ളത്തിൽ കുതിർന്നു കിടക്കുന്നു. കൂടെ വെള്ളയിൽ ചുവന്ന പൊട്ടുകൾ ചിന്നിച്ചിതേറിയതുപോലെ ഒരു നേർത്ത തൂവാലയും. കൊച്ചിയിലെ RRM എന്റർടൈൻമെന്റ് ക്ലബ്ബ്. വിജിയും സാർത്തികും സുക്കർ ടേബിളിന് ഓപ്പോസിറ്റായിരിക്കുന്നു. വിജി സ്റ്റിക്ക് എടുത്ത് ഒരു ചുവന്ന ബോൾ ഉന്നം വെച്ച് നോക്കുകയാണ്. സാർത്തി കയ്യിൽ ജ്യൂസ് ഗ്ലാസുമായി കസേരയിൽ ചാരിയിരിക്കുന്നു. ഡാ, നിനക്ക് ഋതുവിനെയും കൊണ്ട് വരായിരുന്നില്ലേ? സാർത്തിക് ചോദിച്ചു. ഇരുന്നിടത്ത് ഇരിപ്പുറക്ക് മുന്നേ ട്രാൻസ്ഫറാണ്. ഇത് തന്നെ എത്രാമത്തെയാ? അവൾക്കും മടുത്തു കാണും. അവിടെ അമ്മയുണ്ടല്ലോ. വിജയൊന്ന് പുഞ്ചിരിച്ചു. അല്ല, ഇന്നലെ നീ ഏതോ മിസ്സിംഗ് കേസിന്റെ കാര്യം പറഞ്ഞല്ലോ? സാർത്തി ചോദിച്ചു. ആ, അത് പറയാനാ നിന്നെയും കൂട്ടി ഇവിടെ വന്നത്. വിജി സ്റ്റിക്ക് താഴെ ടേബിളിൽ ചാരി വെച്ച് കസേര മുന്നോട്ട് വലിച്ചിട്ടു. ഇക്കഴിഞ്ഞ മണ്ടയാണ് സംഭവം. എ ബോയ്, നമ്മുടെ സായുവിന്റെ പ്രായം കാണും. MKR ഹോസ്പിറ്റൽ CEO റാംദേവിന്റെയും ഡോക്ടർ സുമിത്ര ദേവിന്റെയും മകൻ കിരൺ ദേവ്. വീട്ടിൽ നിന്നാണ് മിസ്സിംഗ് നടന്നത്. സംഭവം നടക്കുമ്പോൾ 2 ജോലിക്കാർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കുട്ടിയെ അങ്ങനെ പുറത്തൊന്നും വിടാറില്ല. വൈകുന്നേരം സെർവന്റ് മേരി കുട്ടിക്ക് ഈവനിങ് സ്നാക്സ് കൊടുക്കാൻ നോക്കിയപ്പോൾ അവിടെയെങ്ങും കണ്ടില്ല. വീടിന്റെ അടുക്കള ഭാഗത്തോട് ചേർന്നുള്ള ബാക്ക് ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. വിജി ഒന്ന് നിർത്തി ജ്യൂസ് എടുത്തു കുടിച്ചു. ഡോറിന്റെ ലോക്ക് തുറന്നത് സ്റ്റൂളിൽ കയറി നിന്നാണ്. വീടിന്റെ ചുറ്റുഭാഗം CCTV നിരീക്ഷണത്തിലാണ്. വീടിന്റെ ബാക്കിൽ മതിലിനോട് ചേർന്നൊരു വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. ജോലിക്കാരി വേസ്റ്റ് കൊണ്ടിടുന്നത് CCTVയിൽ ദൃശ്യമായിട്ടുണ്ട്. ബട്ട് അവർ ബാക്ക് ഡോർ വഴിയല്ല പുറത്തിറങ്ങിയത്. ആ സമയത്ത് മറ്റേ ജോലിക്കാരൻ സിറ്റ് ഔട്ടിൽ കാറ് കഴുകുകയായിരുന്നു. കുട്ടിയുടെ റൂമിലെ ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോയിലൂടെ നോക്കിയാൽ ബിന്ന് വെച്ചിടത്ത് നിന്ന് കുറച്ചു മാറി മതിലിന്റെ കോർണർ ഭാഗം കാണാം. പക്ഷേ ആ ഭാഗം ക്യാമറയിൽ ദൃശ്യമല്ല. അവിടെ നിന്ന് ഒരു വൈറ്റ്. പെട്ടെന്ന് വിജിയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ, യെസ്, ഓക്കെ, ഐ ആം കമ്മിങ്. എന്തുപറ്റി? സാർത്തിക് ചോദിച്ചു. വീണ്ടും മിസ്സിംഗ്. ജഗൻജിത്തിന്റെ കോഫി ഷോപ്പിനടുത്ത്. വിജി വേഗത്തിൽ പുറത്തിറങ്ങി. പിറകെ സാർത്തിക്കും. നല്ല മഴയാണ്, നീ കാറെടുത്ത് പൊക്കോ. ഓക്കെ. വിജി ബൈക്കിന്റെ കീ സാർത്തിക്ക് കൊടുത്തു. മഴയ്ക്ക് ശക്തി കൂടിയിരിക്കുന്നു. പാർക്കിന് ചുറ്റും ആളുകൂടിയിട്ടുണ്ട്. വിജിയും 2-3 പോലീസുകാരും ഒരു മരത്തിന് ചുവടെ നിന്ന് സംസാരിക്കുന്നു. മൈത്ര ഗ്രൂപ്പ് ചെയർമാൻ എൽദോ ജോസിന്റെയും സാറ ജോസിന്റെയും മകൻ റെനിൻ എൽദോ ജോസ്. കുട്ടിയെ കാറിലിരുത്തി എൽദോ ജോസ് കോഫി ഷോപ്പിൽ ജഗത്തിത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു കാറിൽ കയറിയപ്പോൾ കുട്ടിയെ കാണാനില്ല. രജിത്താണ് സംഭവം വിശദീകരിക്കുന്നത്.
വേറെ ഒരു പോലീസുകാരൻ അവിടേക്ക് മധ്യവയസ്കനായ ഒരാളുമായി വന്നു. സർ, ഇയാളാണ് പാർക്കിലെ സെക്യൂരിറ്റി, രാജൻ. മെലിഞ്ഞ ശരീരം, ക്ഷീണിതനാണെങ്കിലും കണ്ണുകൾക്ക് നല്ല തെളിച്ചം. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? വിജി ചോദിച്ചു. 11 വർഷത്തോളമായി സർ. പതിഞ്ഞ ശബ്ദം. ഇവിടെ സ്ഥിരമായി വരുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? സ്ഥിരമായി അങ്ങനെ ഇല്ല സർ. കുറച്ച് കോളേജ് പിള്ളേർ ഇടയ്ക്ക് വരാറുണ്ട്. ഓക്കെ. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ ഇന്നിവിടെ എങ്ങാനും കണ്ടിരുന്നോ? വിജി കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ അയാൾക്ക് നേരെ നീട്ടി. അയാൾ ഫോട്ടോയിൽ നോക്കി. ഇല്ല സർ. ശരി, നിങ്ങൾ പോയിക്കോളൂ. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. വിജി കോഫി ഷോപ്പിന് പുറത്ത് പരിഭ്രാന്തനായി നിൽക്കുന്ന എൽദോ ജോസിനെ നോക്കി തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് മരത്തിനു ചുവടെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന തോണിയും അതിനടുത്ത് കിടക്കുന്ന വെള്ള തൂവാലയും ശ്രദ്ധിച്ചു. യെസ്, രാംദേവിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച അതേ മോഡൽ. വിജി കുറച്ചുനേരം എൽദോയുമായും രജിത്തുമായും സംസാരിച്ച് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അവിടെ വിജയെ കാത്ത് ASP ജയമോഹൻ ഉണ്ടായിരുന്നു. ആ, ഹലോ മിസ്റ്റർ വിഘ്നേഷ്. വീണ്ടും ഒരു മിസ്സിംഗ് കൂടി നടന്നിരിക്കുന്നു. ഏകദേശം മുൻപത്തെ പോലെ തന്നെ, റൈറ്റ്? യെസ് സർ. സെയിം ഏജിലുള്ള കുട്ടികൾ. രണ്ടുപേരുടെയും പാരൻസ് സമൂഹത്തിൽ ഉന്നത, സമ്പന്നർ. മാത്രമല്ല, ഇത് നോക്കൂ. അവൻ ആ വൈറ്റ് കർച്ചീഫ് ജയമോഹന് നൽകി. ഇതുപോലൊന്ന് രാംദേവിന്റെ വീട്ടിൽ മതിലിനോട് ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡസ് ഇറ്റ് സ്മെൽ ലൈക്ക് ബ്ലഡ്? ജയമോഹൻ ചോദിച്ചു. യെസ്, ഇതിലെ ചുവന്ന അടയാളങ്ങൾ ബ്ലഡ് കൊണ്ട് വരഞ്ഞതാണ്. സോ കിഡ്നാപ്പിംഗ് തന്നെ. രണ്ടും സെയിം പേഴ്സൺ ആണെന്ന് ഊഹിക്കാം. രാംദേവിന്റെ വീടിന്റെ മതിലിന് പുറകിൽ പതിഞ്ഞിട്ടുള്ള ഷൂവിന്റെ സ്കെച്ചും പാർക്കിൽ ചെടിയിൽ പൂണ്ട ഷൂവിന്റെ അടയാളവും സെയിം ആണ്. പെട്ടെന്ന് ജയമോഹൻ ഒരു കോൾ വരുന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞ്, വിഘ്നേഷ്, കേസിന്റെ സീരിയസ്നെസ് അറിയാലോ. പാർക്കിലെ CCTV എല്ലാം ചെക്ക് ചെയ്ത് ഇന്ന് അവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഒബ്സർവ് ചെയ്യണം. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സർ. വിജി മേശപ്പുറത്ത് വെച്ചിട്ടുള്ള കേസ് ഷീറ്റുകൾ പരിശോധിക്കുകയാണ്. ഇടയ്ക്ക് ഫോൺ എടുത്ത് നോക്കി. ഋതുവിന്റെ 4 മിസ്ഡ് കോൾസ്. തിരിച്ചു വിളിച്ചപ്പോൾ കോള് കണക്റ്റ് ആവുന്നില്ല. അവൻ ഫോൺ തിരികെ വെച്ച് ബോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു. കസേരയിലേക്ക് ചാരി കണ്ണുകളടച്ചു. മൈത്ര ഫിനാൻസ് ഗ്രൂപ്പ് ചെയർമാൻ എൽദോ ജോസ്, M-കെയർ ഹോസ്പിറ്റൽ CEO രാംദേവ്. VIPs ആയതുകൊണ്ട് പരസ്പര പരിചയമുണ്ട്. മോശമല്ലാത്ത ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഭാര്യമാരും പ്രൊഫഷണൽസ്. തിരക്ക് നിറഞ്ഞ ജീവിതം. പാരൻസിന്റെ കൂടെ മാത്രം പുറത്തിറങ്ങുന്ന കുട്ടികൾ. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന അമ്മമാർ. വിജി ഒരു നിശ്വാസത്തോടെ കണ്ണുകൾ തുറന്നു. ഫോണിൽ രജിത്തിന്റെ ടെക്സ്റ്റ് മെസ്സേജ്. എത്രയും പെട്ടെന്ന് രാംദേവിന്റെ വീട്ടിൽ വരണം. വിജി രാംദേവിന്റെ വീട്ടിലെത്തുമ്പോൾ കണ്ടത് പുറത്ത് സിറ്റ് ഔട്ടിൽ 2 പോലീസുകാരുമായി സംസാരിച്ചിരിക്കുന്ന ദേവിനെയും കരഞ്ഞു തളർന്ന സുമിത്രയുമാണ്. കൂടെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആയയും. വിജയെ കണ്ട കോൺസ്റ്റബിൾ അവന്റെ അടുത്തേക്ക് വന്ന് അയാളുടെ കയ്യിലുള്ള കുട്ടിയുടേതെന്ന് തോന്നിക്കുന്ന ഒരു ബ്ലൂ കളർ ഷർട്ട് വിജിക്ക് നേരെ നീട്ടി. വിജി അതിലെ ചുവന്ന അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചു. ദിസ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ ആസ് ലോങ് ആസ് ദ ഡിസയർ ആർ ലിമിറ്റഡ്. രജിത്ത് വിജയെയും പോലീസുകാരെയും മാറി മാറി നോക്കി. ആർക്കും ഒന്നും മനസ്സിലാവില്ലെന്ന് വ്യക്തം. രാംദേവ് ഇടറുന്ന ശബ്ദത്തോടെ അവരോടായി പറഞ്ഞു. സുമിത്ര മോന്റെ റൂമിൽ ഇരിക്കുകയായിരുന്നു. വിൻഡോ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒന്ന് പെട്ടെന്ന് ഗ്ലാസ്സിൽ വന്നടിച്ചു. ജനൽ പെട്ടെന്ന് തുറന്നു നോക്കിയപ്പോൾ മതിലിന് മുകളിൽ ഈ ഷർട്ട് തൂങ്ങിക്കിടക്കുന്നു. ഇത് പറയുമ്പോൾ അയാളാകെ വിയർക്കുന്നുണ്ടായിരുന്നു. ഭയവും നിരാശയും കണ്ണുകളിൽ പ്രകടമാണ്. വിജി ഷർട്ടിലെ വരികൾ ഒരാവർത്തി കൂടി വായിച്ച ശേഷം സുമിത്രയുടെ അടുത്തേക്ക് നടന്നു. അവർ നെറ്റിയിൽ കൈവച്ച് തല കുമ്പിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ ഏങ്ങലടിക്കുന്ന നേർത്ത ശബ്ദം കേൾക്കാം. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് താഴെ മങ്ങിയ കറുപ്പ് നിറം നിഴലിച്ചു നിൽക്കുന്നു. വിജയെ കണ്ടപാടെ അടുത്തു നിന്നിരുന്ന സ്ത്രീ ആകെ കൂടി വാചാലയായി. മാഡം ആകെ തകർന്നു പോയിരിക്കുന്നു സർ. കാണാതാവുമ്പോ കിരൺമോൻ ഇട്ടിരുന്ന ഷർട്ടാണിത്. ചെറിയ കുട്ടിയാണ് സർ, ഒന്നും അറിയണ്ടാവില്ല. വിജയ് എന്തെങ്കിലും ചോദിക്കും മുമ്പേ അവർ പറഞ്ഞു നിർത്തി. നിങ്ങളൊന്ന് വരൂ, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, വിജി പറഞ്ഞു. എന്താണ് സർ? സ്ത്രീ ലെവലേശം ഭയത്തോടെയാണ് ചോദിച്ചത്. വരൂ. അവർ ഇത്തിരി മാറി നിന്നു. നിങ്ങൾ എവിടത്തുകാരിയാണ്? എത്ര കാലായി ഇവിടെ? കണ്ണൂറാണ് സ്വദേശം സാറേ. ഇരുട്ടിയിലിവിടെ കാക്കനാടടുത്താണ് താമസം. ഞാനിവിടെ 2 വർഷമായുള്ളൂ. മറ്റേ ജോലിക്കാരനോ? അയാളും ഇവിടെ അടുത്തെവിടെയോ ആണ് താമസം. വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. എനിക്ക് വലിയ പരിചയമില്ല. പുറത്തെ പണിയൊക്കെ അയാളാണ് സാർ ചെയ്യാറ്. കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളാണോ നോക്കാറ്? അതെ സർ, എല്ലാം ഞാൻ തന്നെയാ. പാവം കൊച്ച്, പുറത്ത് കളിക്കാനൊന്നും വിടത്തില്ല.
എന്റെ കൂടെ ഈ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും മാഡം സമ്മതിക്കില്ല. ദേവ് സാറൊന്നും വീട്ടിലുണ്ടാവാറുണ്ടോ? സാറ് മിക്കപ്പോഴും വീട്ടിലുണ്ടാവാറില്ല. എപ്പോഴും തിരക്കാണ്. മാഡമാണേ രാത്രിയാവും ജോലി കഴിഞ്ഞെത്താൻ. ഇവരുടെ മറ്റു ബന്ധുക്കളെക്കുറിച്ച് എന്തെങ്കിലും? എനിക്ക് വലിയ അറിവില്ല. മാഡത്തിന്റെ അമ്മയും അച്ഛനും ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഒറ്റമോളാ. സാറിന്റെ അച്ഛൻ നേരത്തെ മരിച്ചു. അമ്മ മോളുടെ കൂടെയാ താമസം. ഇവരുടെ ഹോസ്പിറ്റൽ, കൂടെ ജോലി ചെയ്യുന്നവർ, ഫ്രണ്ട്സ്, അങ്ങനെ എന്തേലും? അയ്യോ, എനിക്കറിവില്ല സർ. ദേവ് സാർ ഒരു മാന്യനാണ്. അങ്ങേർക്ക് തന്റെ രോഗികൾ കഴിഞ്ഞിട്ടേ വേറെ എന്തും. വീട്ടിൽ വരുമ്പോഴൊക്കെ മോനുമായി പുറത്തു പോകും. പക്ഷേ വല്ലപ്പോഴും വരുന്ന സാറിനൊപ്പം കൂടാൻ കുട്ടി താല്പര്യം കാണിക്കാറില്ല. ഓക്കെ, പോയിക്കോളൂ. രാംദേവുമായും കുറച്ചധികം സംസാരിച്ചു. 2 പോലീസുകാർ അവിടെ തന്നെ നിന്നു. വിജിയും രജിത്തും കാറിൽ കയറി. രജിത്താണ് ഡ്രൈവ് ചെയ്യുന്നത്. വിജി തൊട്ടപ്പുറത്തിരിക്കുന്നു. വിജിയാകിയ പരിഭ്രാന്തിയിലാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കേസ്. അവൻ പെട്ടെന്ന് എന്തോ ഓർത്തെന്ന മട്ടിൽ ഫോണെടുത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ റബാബിന്റെ നമ്പർ ഡയൽ ചെയ്തു. മൈത്ര ഗ്രൂപ്പ് ചെയർമാൻ എൽദോ ജോസുമായി ബന്ധപ്പെടാനും അവരുടെ വീട്ടിൽ 2 പോലീസുകാരെ അയക്കാനും നിർദ്ദേശിച്ച് ഫോൺ കട്ട് ചെയ്തു. രജിത്ത്, സാർത്തിക്കെങ്ങാനും വിളിച്ചിരുന്നു? ഇല്ല സർ. കൾപ്രിറ്റിനെ കുറിച്ച് വല്ല ഐഡിയയും കിട്ടിയോ? ഐ തിങ്ക് ഹീസ് നോട്ട് എ ക്രിമിനൽ. വൈ? ആ കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചു കാണാൻ വഴിയില്ല. ഐ എം ഷുവർ. എൽദോ സാറിന്റെ മകനെയും ഇതേ ആൾ തന്നെയാണ് കിഡ്നാപ്പ് ചെയ്തതെന്നാണല്ലോ നിഗമനം. സോ അവിടെയും ഇന്ന് സംഭവിച്ചതുപോലെ നടക്കാൻ ചാൻസ് ഇല്ലേ? യെസ്. നീ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലണം. ഞാൻ സാർത്തിക്കിന്റെ ഫ്ലാറ്റിൽ ഇറങ്ങുവാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണേ എന്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ മതി. യെസ് സർ. പിറ്റേ ദിവസം രാവിലെ വിജിയും സാർത്തിക്കും നടക്കാനിറങ്ങി. ഇന്നലെ പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സാർത്തിക്കിന്റെ കുഞ്ഞനിയൻ സായുജ് യൂണിഫോമൊക്കെ ഇട്ട് കൂട്ടുകാരുടെ കൂടെ ഫ്ലാറ്റിനു വെളിയിൽ ഓടിക്കളിക്കുകയാണ്. കുറച്ചു മാറി 2-3 ചേച്ചിമാർ സംസാരിച്ചു നിൽക്കുന്നു. എല്ലാവരും ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്നവർ. സാർത്തിക്കിന്റെ അമ്മയും അച്ഛനും ദുബായിലാണ് താമസം. അച്ഛൻ UAE എംബസിയിൽ വർക്ക് ചെയ്യുന്നു. സായുജിന് ചെറുപ്പം തൊട്ടേ ചേട്ടനൊപ്പമാണ് കൂട്ട്. സ്കൂൾ അവധി ദിവസങ്ങളിൽ അവനും സാർത്തിക്കിന്റെ കൂടെ ഓഫീസിൽ പോകും. 7 വയസ്സുകാരനായ സായുജിന്റെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത് സാർത്തിക്കും വിജിയും ചേർന്നാണ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കൂട്ടത്തിൽ മുതിർന്നൊരു കുട്ടി വലതുഭാഗത്ത് നിൽക്കുന്ന നെല്ലിമരം ചൂണ്ടി എന്തോ പറഞ്ഞു. കുട്ടികളെല്ലാം കൂടി അവിടേക്ക് ഓടി. അവിടെ ചുള്ളിക്കമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കാക്കക്കൂട് മരത്തിന് ചുവടെ വീണ് കിടക്കുന്നു. കുട്ടിക്കൂട്ടങ്ങളെല്ലാം അത്ഭുതത്തോടെ അതും നോക്കി നിൽക്കുന്നതിനിടെ സായുജും മുതിർന്ന കുട്ടിയും അതെടുത്ത് നെല്ലിമരത്തിന്റെ ഏറ്റവും താഴത്തെ ചില്ലയിൽ വെച്ചു. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്നു. കുട്ടികളെല്ലാം തിരികെ ഓടി. സായുജ് ചേട്ടന്റെ കൂടെയാണ് പോകാറ്. അവനും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ വാട്ടർ ടാങ്ക് വെച്ചതിന് പിറകിലായി ഒരാൾ അവനെയും നോക്കി ചിരിച്ചു നിൽക്കുന്നു. അവൻ തിരിച്ചും ചിരിച്ചു കാണിച്ച് കൈകൊണ്ട് ആരാന്ന് ചോദിച്ചു. അയാൾ അവന്റെ അടുത്തേക്ക് വന്ന് അവന് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. പോക്കറ്റിൽ നിന്ന് കൈ നിറയെ ഗോട്ടിയെടുത്ത് അവന് നേരെ നീട്ടി. നീല നിറത്തിൽ തിളങ്ങുന്ന കുഞ്ഞു ഗോട്ടികൾ. സായു തന്റെ ഉണ്ടക്കണ്ണുകൾ വിടർത്തി അതിശയത്തോടെ അതിൽ നോക്കി നിന്നു. സാർത്തിക്കിന്റെ കാറിന്റെ ശബ്ദം കേട്ട് സായു നീട്ടിയ കൈ പിൻവലിച്ചു. അയ്യോ, ഏട്ടൻ വന്നു. അയാളും കൈ പിറകോട്ട് വലിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റു. കാറ് വന്നു നിന്ന ഭാഗത്തേക്ക് നോക്കി. ബായ് ചേട്ടാ, പിന്നെ കാണാം. സായു ഓടി അവരുടെ അടുത്തേക്ക് പോയി. സായു, നിനക്കെന്താ പിറകിൽ പണി? സാർത്തിക്ക് ചോദിച്ചു. ആ മരത്തിന് ചുവട്ടില് ഒരു കാക്കക്കൂട് കിടപ്പുണ്ടായിരുന്നു. ഞാനും അപ്പവും അതെടുത്ത് മരത്തിൽ തന്നെ വെച്ചു. സായു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ആഹാ, എന്നിട്ട് നിന്റെ കൂട്ടുകാരെയൊന്നും കണ്ടില്ലല്ലോ? വിജിയാണ് ചോദിച്ചത്. അവർ ബസ് വന്നപ്പോ പോയി. അവർ മുകളിൽ റൂമിലേക്ക് കയറി. സാർത്തിക്ക് കിച്ചണിലേക്ക് പോയി. വിജി സായു മൊത്ത സോഫയിലിരുന്നു. വിജിയേട്ടാ, ഞാന് ആ വാട്ടർ ടാങ്കിനടുത്ത് ഒരു ചേട്ടനെ കണ്ടു. ഒരു പാവം ചേട്ടൻ. സായു സോക്സ് കാലിൽ ഇടുന്നതിനിടെ പറഞ്ഞു. ഏത് ചേട്ടൻ? എന്നിട്ട് നിന്നോടെന്ത് പറഞ്ഞു? വിജി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്ക് കുറെ ഗോട്ടി തന്നു. നല്ല ഭംഗിയുള്ള ബ്ലൂ കളർ ഗോട്ടി. ഗോട്ടിയോ? കാണിച്ചേ. അയ്യോ, ഞാനിത് വാങ്ങിക്കാൻ നിന്നപ്പോ ഏട്ടന്മാര് വന്നില്ലേ, അപ്പോ ഞാനിങ്ങ് പോന്നു. സായു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നീ എന്തേലും അയാളോട് പറഞ്ഞോ? ഇല്ല. ആ, പോരുമ്പോ ബായ് പറഞ്ഞു. അവൻ സോഫയിൽ നിന്നെണീറ്റ് അടുക്കളയിലേക്ക് ഓടി. സാർത്തിക് ഡൈനിങ് ടേബിളിൽ ഫുഡ് എടുത്തു വെച്ചു. 3 പേരും ടേബിളിന് ചുറ്റുമിരുന്നു. സായു, അയാളെ കണ്ടാൽ എങ്ങനെയിരിക്കും? വിജി കഴിക്കുന്നതിനിടെ ചോദിച്ചു. ആരെ കണ്ടാൽ? സാർത്തിക് സംശയത്തോടെ 2 പേരെയും മാറി മാറി നോക്കി. ഇവനിന്ന് ആരെയോ കളിക്കുന്നതിനിടെ കണ്ടത്രേ. അതെ ചേട്ടാ.
കണ്ടിട്ട് ചേട്ടന്റെ അത്രയൊന്നുമില്ല. ശരിക്കും നിനക്കുറപ്പാണോ? വിജി ചോദിച്ചു. ആവോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡ്രസ്സിംഗ് ഒക്കെ പൊളിയാണ്, സായി പറഞ്ഞു. ഡാ, എന്താ കാര്യം? സാർത്തിക് ചോദിച്ചു. സായു ഇന്ന് രാവിലെ ഫ്ളാറ്റിന്റെ ബാക്ക് സൈഡിൽ വെച്ച് ഒരാളെ കണ്ടത്രേ. അയാൾ അവന് ഗോട്ടിയോ മറ്റോ കൊടുത്തെന്ന്. അവൻ വാങ്ങിക്കാൻ നിന്നപ്പോഴാണ് നമ്മുടെ വരവ്. അതിനോ? ഒന്നുമില്ല, ഒരു ചെറിയ ഡൗട്ട്, അത്രയുള്ളൂ. വിജി കൂടുതലൊന്നും പറയാതെ കൈ കഴുകാൻ എണീറ്റു. സായുവിനെ സ്കൂളിലാക്കി അവർ തിരിച്ച് ഫ്ളാറ്റിലേക്ക് തന്നെ പോയി. നീ ഇതെങ്ങോട്ടാ? സ്റ്റേഷനിൽ പോണ്ടേ? ഒരു കാര്യമുണ്ട്, നീയും കൂടെ വരണം. വിജി ഫ്ളാറ്റിന്റെ ചുറ്റുമൊന്ന് നടന്നു നോക്കി. നീ സായി പറഞ്ഞ ആളെയും സംശയിച്ചിരിക്കുവാണോ? അതേതോ നല്ല വീട്ടിലെ ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു. വെറുതെ. സാർത്തിക് തലച്ചൊറിഞ്ഞു. നിനക്കിപ്പോ എന്റെ കൂടെ ഇത്തിരി നേരം നിൽക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? നല്ല വീട്ടിൽ ജനിച്ചവരൊക്കെ മാന്യരാണോ? എങ്കിൽ പിന്നെ ഞാനൊക്കെ എന്നേ നന്നാവേണ്ടതാണ്. വിജി സ്വല്പം ദേഷ്യത്തോടെയാണ് മറുപടി പറഞ്ഞത്. എടാ, ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്നാണ് വിജി വാട്ടർ ടാങ്കിന് മുകളിലിരുന്ന പേപ്പർ ഗ്ലാസ് ശ്രദ്ധിച്ചത്. തറയിൽ ഒരു സ്റ്റാൻഡിന് മുകളിലാണ് വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത്. ഈ ടാങ്ക് ഇത്തിരി ഉയരത്തിൽ വെച്ചൂടെ? വെറുതെ അല്ല ടാപ്പീന്ന് വേണോ വേണ്ടേന്ന് വെച്ച് വെള്ളം വീഴുന്നത്, സാർത്തിക്ക് പറഞ്ഞു. ഈ ഭാഗത്താരും വരാറില്ല. വിജി കയ്യിലുള്ള ഗ്ലാസ് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ചോദിച്ചു. സ്വന്തം റൂമിലിരിക്കാൻ തന്നെ ഇവിടെ നേരം കാണില്ല. ആ സെക്യൂരിറ്റി വല്ലപ്പോഴും ഒന്ന് വന്ന് നോക്കിയാലായി. പിന്നെ പിള്ളേര് കളിക്കുന്നതിനിടെ ഈ നെല്ലിമരത്തിനടുത്ത് വരാറുണ്ട്. സാർത്തിക്ക് വിജിയുടെ കയ്യിലുള്ള ഗ്ലാസ് അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതിലെ ലേബലിൽ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. എന്താ, നിനക്കറിയാമോ? വിജി ചോദിച്ചു. എടാ മണ്ട, ഈ കഫേ ഇനാഗ്രേഷൻ നടക്കുമ്പോൾ അവിടെ വെച്ചാ നീ ഋതുവിനെ ഫസ്റ്റ് ടൈം കാണുന്നത്, സാർത്തിക് പറഞ്ഞു. ഓ അങ്ങനെ. ഇതെവിടാ സ്ഥലം? അങ്ങനെ ഒരു ഫിക്സഡ് സ്ഥലമൊന്നുമില്ല. കേട്ടിട്ടില്ലേ സഞ്ചരിക്കുന്ന ചായക്കട? സാർത്തിക്ക് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്ന് ഈ ഭാഗത്തെങ്ങാനും ഉണ്ടായി കാണുമോ? ആ, ചില ബുധനാഴ്ചകളിൽ ഹാർബറിന്റെ അവിടെ അവര് തമ്പടിക്കാറുണ്ട്. മോർണിംഗ് വേറെ ഈവനിങ് വേറെ സ്ഥലം. അതുപോലെ ജോലിക്കാരും ഷിഫ്റ്റായിട്ടാണ് നിൽക്കാറ്. ഫുഡ് കാർട്ട്. പേരൊക്കെ കൊള്ളാം. ഇവരെ കണ്ടുപിടിക്കണം, വിജി പറഞ്ഞു. അടുത്തെങ്ങാനും തന്നെയാവും. ഓഫീസിൽ ഒരുത്തനുണ്ട്, ആദിത്യ. അവന് ഇവന്മാരുമായി എന്തോ കണക്ഷനുണ്ട്. അവനെ വിളിച്ചു നോക്കാം. സാർത്തിക് അതും പറഞ്ഞ് ഉടനെ ഫോണെടുത്ത് ആദിത്യന്റെ നമ്പർ ഡയൽ ചെയ്തു. പിന്നെ രണ്ടുപേരും കൂടി കാറിൽ MG റോഡിലേക്ക്. യാത്രാമധ്യേ വിജി രജിത്തിനെ വിളിച്ച് അവിടേക്ക് വരാൻ പറഞ്ഞു. MG റോഡിൽ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് നിർത്തിയിട്ടിരിക്കുന്ന ഒരു മാരുതി ഫുഡ് ട്രക്ക്. കാർട്ടൂൺ ചിത്രങ്ങളും ചായങ്ങളും പൂശി പുറം ഭാഗം മൂടി പിടിപ്പിച്ചിരിക്കുന്നു. അകവും ഒട്ടും മോശമല്ല. വണ്ടിയുടെ ഇരുവശവും തുറന്നിട്ടിരിക്കുകയാണ്. ഫുഡ് കാർട്ട് ലേബൽ തുന്നിപ്പിടിപ്പിച്ച ഇൻഡിഗോ കളർ ടീഷർട്ട് ധരിച്ച് 6 പേർ അവിടെയും ഇവിടെയുമായി നടക്കുന്നു. ലഞ്ചിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ട്രക്കിൽ പുറത്തേക്ക് കാലിട്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന അധികം പൊക്കമില്ലാത്ത ഒരു താടിക്കാരൻ. നീണ്ട മുടി വാരിച്ചുറ്റി നെറുകയിൽ കെട്ടിവെച്ചിരിക്കുന്നു. വിജിയും സാർത്തിക്കും അയാളുടെ അടുത്തേക്ക് ചെന്നു. ഹലോ മിസ്റ്റർ, സാർത്തിക് പറഞ്ഞു. താടിക്കാരൻ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ, ഫുഡൊന്നും ആയിട്ടില്ല മിസ്റ്റർ, പോയിട്ട് പിന്നെ വരൂ. വിജിയും സാർത്തിക്കും പരസ്പരം നോക്കി പുരികം പൊക്കി. ഐ ആം SP വിഘ്നേഷ്. ദിസ് ഈസ് മൈ ഫ്രണ്ട് സാർത്തിക്. ഞങ്ങളൊരു കേസിന്റെ ഭാഗമായി വന്നതാണ്. താടിക്കാരൻ പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് ചാടിയെഴുന്നേറ്റ് ഇളിപ്പിനായി ഒന്ന് ചിരിച്ചു. സോറി സർ, ഞാൻ പെട്ടെന്ന്. അങ്ങോട്ടേക്കിരിക്കാം സർ. അയാൾ പുറത്ത് ഒരു ടേബിളിന് ചുറ്റും വൃത്തിയായി ഒതുക്കിയിട്ടിരിക്കുന്ന കസേര ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. വിജിയും സാർത്തിക്കും ഒരു മേശയ്ക്കിരുവശമായിരുന്നു. അപ്പോഴേക്കും രജിത്ത് ജീപ്പുമായി വന്നു. അവനും അവരുടെ കൂടെ സാർത്തിക്കിനടുത്തായിരുന്നു. താടിക്കാരൻ ട്രക്കിൽ കയറി നീണ്ടു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായി തിരിച്ചു വന്നു. സർ, ഇവരാണ് ഇവിടുത്തെ മുതലാളി. എന്നിട്ട് ചെറുപ്പക്കാരനെ നോക്കി ചിരിച്ചു. സർ, കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. ഇവിടുത്തെ രീതിയൊക്കെ എങ്ങനാ? വിജി ചോദിച്ചു. മൊബൈൽ കാറ്ററിംഗ് സർവീസാണ് സർ. 2 വർഷത്തോളായി. ഞങ്ങള് 6 കൂട്ടുകാർ ചേർന്ന് നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാനാണ് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ ഫൈൻ. ഞങ്ങൾ വേറൊരു കാര്യം അറിയാനാണ് വന്നത്. ഇന്ന് രാവിലെ എവിടെയായിരുന്നു ഫുഡ് കോർട്ടിന്റെ സ്പോട്ട്? ഫാൽക്കെ മാളിന്റെ ഓപ്പോസിറ്റ്. സാർ, എന്തെങ്കിലും പ്രോബ്ലം? ചെറുപ്പക്കാരൻ സംശയത്തോടെ വിജയെ നോക്കി. ഇറ്റ്സ് ഓക്കെ. രാവിലെ വന്നവരെ ഓർക്കുന്നുണ്ടോ? ഒരു 30ഓളം പേരുണ്ടായിരുന്നു സർ. എല്ലാവരെയും കൃത്യമായി ഓർമ്മയില്ല. സ്ഥിരമായി വരുന്ന 4-5 പേരെ അറിയാം. അതാരൊക്കെയാണ്? രാവിലെ ജോഗിങ്ങിന് വരുന്ന 2 ചേട്ടന്മാർ. ഒരു 50-55 വയസ്സ് കാണും.
അടുത്തുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 3 ചേച്ചിമാർ. അവർ ഇവിടെ സ്ഥിരം വരാറുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. പിന്നെ ഒരു പ്രായം ചെന്ന ചേട്ടൻ. അയാളെ എങ്ങനെ അറിയാം? മൂപ്പര് കടയിരിപ്പാണ് താമസം. ടൗണിനടുത്തുള്ള പാർക്കിലെ സെക്യൂരിറ്റിയാണ്. എന്റെ അപ്പച്ചനുമായി ഏറെ നാളത്തെ പരിചയമുണ്ട്. ഓ യെസ്. നിങ്ങൾ മൊബൈൽ കാറ്ററിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ ഇവരെല്ലാം സ്ഥിരമായി ഇവിടെ വരുന്നു? അത് സർ, രാവിലെ മിക്ക ദിവസവും മാളിനോട് ചേർന്ന് തന്നെയാണ് സർവീസ് നടത്താറ്. ശനിയും ഞായറും ഹാർബറിനടുത്തും. ഇതേ സമയം സാർത്തിക് കൈ പിന്നിൽ മടക്കി കെട്ടി മുഖത്തൊരു പുഞ്ചിരി വരുത്തി കാർട്ടിനകവും പുറവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അവരുടെ സംസാരത്തിൽ തനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ലെന്ന് മുൻപരിചയമുള്ളതുകൊണ്ടാവാം. ഇന്നിവിടെ വന്ന ചെറുപ്പക്കാരായ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓവർകോട്ടും ക്യാപ്പും ധരിച്ച് വെളുത്ത് ഒരു 7 അടി പൊക്കത്തിലുള്ള ആരെങ്കിലും? ചെറുപ്പക്കാർ ഒരുപാട് വരാറുണ്ട് സർ. ഇങ്ങനെ ചോദിച്ചാ അയാളൊന്ന് ശങ്കിച്ചു നിന്നു. 1 മിനിറ്റ് സർ. ട്രക്കിനടുത്ത് കയറി നേരത്തെ കണ്ട താടിക്കാരനുമായി തിരിച്ചു വന്നു. ഇവിടെ വരുന്ന ആളുകളെ സ്കെച്ച് ചെയ്യുന്ന കാര്യത്തിൽ കൂട്ടത്തിൽ മിടുക്കൻ ഇവനാണ്. താടിക്കാരന്റെ പുറത്ത് തട്ടിക്കൊണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു. ഓവർകോട്ടും ഷൂസും ധരിച്ച് 7 അടിയോളം പൊക്കത്തിൽ ഒരാൾ വന്നിരുന്നു. പക്ഷേ ക്യാപ്പുണ്ടായിരുന്നോ എന്ന് ഓർമ്മയില്ല സർ, താടിക്കാരൻ പറഞ്ഞു. അയാളെന്താ കഴിച്ചത്? വിജി ചോദിച്ചു. ചായ മാത്രമേ ചോദിച്ചുള്ളൂ സർ. ക്യാഷ് അടച്ച് എങ്ങോട്ടോ മാറി നിന്നു. നല്ല പൊക്കമുണ്ടായിരുന്നു. ഞാൻ ഇത്തിരി പ്രയാസപ്പെട്ട മുഖത്ത് നോക്കിയത്. അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട്. താടിക്കാരൻ ഒന്ന് ഉയർന്നു താണു. വളരെ നല്ലത്. അയാൾ എവിടുന്നാ വന്നതെന്ന് അറിയോ? ഇല്ല സർ, ഇവിടെ ആദ്യമായിട്ടാ കാണുന്നത്. ഓക്കെ ശരി. വിജയ് അവരുടെ ഫോൺ നമ്പർ വാങ്ങി. താടിക്കാരനും മുതലാളിക്കും നന്ദി പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. സാർത്തിക് കാറിൽ ഫ്ളാറ്റിലേക്ക് തിരിച്ചു. വിജയും രജിത്തും നേരെ സ്റ്റേഷനിലേക്ക്. സർ, സായൂജ് കണ്ട ആൾ തന്നെയാണോ ഫുഡ് കോർട്ടിൽ വന്നതും? രജിത്ത് ചോദിച്ചു. ഉറപ്പിക്കാൻ കഴിയില്ല. ഫ്ളാറ്റിന്റെ ആ ഭാഗത്ത് അങ്ങനെ ആരും വരാറില്ല. വാട്ടർ ടാങ്കിന് മുകളിൽ നിന്ന് കിട്ടിയതാ ആ ഗ്ലാസ്. തറയിൽ നിന്ന് 6.25 അടിയോളം പൊക്കത്തിലാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വന്നയാൾക്ക് ഒരു 7 അടി പൊക്കം എന്തായാലും പ്രതീക്ഷിക്കാം. സായൂജ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാൾ തന്നെ ആവാനാണ് സാധ്യത. ഒരു ക്യാപ്പിന്റെ കുറവേ ഉള്ളൂ. വിജി രജിത്തിനെ നോക്കി ചിരിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും തന്നെ എൽദോ സാറിന്റെ വീട്ടിൽ ഉണ്ടായില്ലല്ലോ? യെസ്, ദാറ്റ് ഈസ് റൈറ്റ്. ഒരുപക്ഷേ കുറ്റവാളി നമ്മളെയും നിരീക്ഷിക്കുന്നുണ്ടാവും, വിജി പറഞ്ഞു. സ്റ്റേഷനിൽ എല്ലാവരും ഓരോ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്നു. വിജി ഇൻവെസ്റ്റിഗേഷൻ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിച്ച് ഇതുവരെയുള്ള കാര്യങ്ങളുടെ വ്യക്തമായ കേസ് ചാർട്ട് റെഡിയാക്കി. തന്റെ കേസ് ഡയറിയിൽ പുതിയ വിവരങ്ങൾ രേഖപ്പെടുത്തി. കേസ് ഫയൽ ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചു. ഫൽക്ക മാളിന് പരിസരവും ഫ്ളാറ്റിന് ചുറ്റുഭാഗവുമുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. നേരം ഉച്ചയോടടുത്തു. ഒരു കോൺസ്റ്റബിൾ ഓഫീസർ വിജിയുടെ ഓഫീസിലേക്ക് കയറി വന്നു. അയാൾ സല്യൂട്ട് അടിച്ച് കയ്യിലെ എൻവലപ്പ് വിജിക്ക് കൈമാറി തിരിച്ചുപോയി. വിജി കവർ തുറന്ന് ഒരു പോസ്റ്റ് കാർഡ് പുറത്തെടുത്തു. ചാരനിറത്തിലുള്ള പോസ്റ്റ് കാർഡിന് പുറത്ത് തന്റെ പേരും സ്റ്റേഷൻ അഡ്രസ്സും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പൊട്ടിക്കാൻ ഒരുങ്ങവേ പെട്ടെന്ന് സാർത്തിക്കിന്റെ കോൾ. ഹലോ ഡാ, നീ എന്തെടുക്കുവാ? ഇതിനാണോ നീ എന്നെ വിളിച്ചത്? വിജി മുഖത്ത് ദേഷ്യം വരുത്തി. ഓ, നീ എന്താടാ ഋതു വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? അവൾ ഇപ്പോ എന്നെ വിളിച്ച് വെച്ചേയുള്ളൂ. ഷെടാ, ഫോൺ സൈലന്റിലായിരുന്നു. അതെന്താ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ഫോൺ വയലന്റ് ആയത്? നിനക്കിപ്പോ എന്താ പ്രശ്നം? ഞാൻ കുറച്ച് തിരക്കിലാണ്. എനിക്കൊരു പ്രശ്നവും. നിന്റെ പ്രശ്നം പറ. നീ ഒന്ന് അവക്ക് തിരിച്ചു വിളിച്ചേ. എന്റെ പ്രശ്നം 2 വർഷം മുന്നേ വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ? അന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്നിട്ടിപ്പോ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് വേറെ പണിയുണ്ട്, നീ വെച്ചിട്ട് പോ. വിജി ഫോൺ കട്ട് ചെയ്ത് അടുത്തിരിക്കുന്ന ഫയലിലേക്ക് എറിഞ്ഞു. ദേഷ്യത്തോടെ മേശയിൽ പ്രഹരിച്ചു. പെട്ടെന്ന് മേശ ഒന്ന് മുന്നോട്ട് നീങ്ങിയതും ഇടത്തെ കൈകൊണ്ട് അത് ബാലൻസ് ചെയ്ത് നേരെ നിർത്തി. ലെറ്റർ കയ്യിലെടുത്ത് തുറന്നു നോക്കി. നിറയെ ചുവന്ന നിറത്തിൽ അക്ഷരങ്ങളും അടയാളങ്ങളും. കത്തിന്റെ അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഫയർ വില്ല, ദി ഗ്രേറ്റ് റിവെഞ്ച് ഓഫ് എ ബാഡ് ഗൈ. അതിലേക്ക് ഒരു വേള നോക്കി. പിന്നെ കണ്ണുകൾ അടച്ചിരുന്നു. പെട്ടെന്ന് ചെയറിൽ നിന്ന് ചാടിയെണീറ്റ് അതിലെ അക്ഷരങ്ങളും അടയാളങ്ങളും വീണ്ടും വീണ്ടും പരിശോധിച്ചു. തിരിച്ചും മറിച്ചും വായിച്ചു നോക്കി. അവസാനം വിജി അത് കണ്ടുപിടിച്ചു. കരിങ്കാലി. അധികം ആൾപ്പെരുമാറ്റമില്ലാത്ത ദ മിസ്റ്റീരിയസ് വില്ലേജ്. പണ്ട് നടന്ന നിഗൂഢതകളുടെ ചുരുളറിയാത്ത നുണക്കഥകൾ പേറി അനാഥമായി കിടക്കുന്ന ഒരു മനോഹര ഗ്രാമം. ഗവാലി ജനതയുടെ വിയർപ്പുണങ്ങുന്ന കൊച്ചു ഗ്രാമം. കൊങ്കാട്ടിയിലേക്കുള്ള പ്രവേശന കവാടം.
വിജയൊന്ന് പതറി. നിന്നിടത്ത് കാലുറഞ്ഞതുപോലെ. ഇതെങ്ങനെ? അതും തന്റെ പേരിൽ? കുറ്റവാളി തന്നെ. ഇരുൾ നിറഞ്ഞ പാതയിലേക്ക് പ്രകാശം വീശി തന്നിരിക്കുന്നു. വിജി ഉടനെ തന്നെ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. SP ജയമോഹനുമായി കൂടിയാലോചന നടത്തി. വിജിയും രജിത്തും ചേർന്ന് 6 അംഗ സംഘം കരിങ്കാലിയിലേക്ക് യാത്ര തിരിച്ചു. കരിമ്പുഴ കടന്നു വേണം കരിങ്കാലിയിലെത്താൻ. ഗവാലി ഗ്രാമവാസികൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സ്ഥിരമായി ആശ്രയിച്ചിരുന്നത് കരിമ്പുഴയും പുഴയോട് ചേർന്നുള്ള വനപ്രദേശവുമാണ്. 2 മണിക്കൂർ കൊണ്ട് കരിമ്പുഴയിലെത്തി. പേരിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ എളിമയാർന്ന ശുദ്ധജലം. മനുഷ്യവാസമില്ലാത്തതുകൊണ്ടാവാം പുഴയ്ക്ക് ചുറ്റും മരങ്ങൾ തീർത്ത വശ്യമായ ഭംഗിക്ക് കൂടുതൽ മാറ്റുള്ളതുപോലെ. ഇപ്പുറം ജീപ്പ് ഒതുക്കി നിർത്തി എല്ലാവരും പുഴ കടക്കാൻ ഒരുങ്ങി. പുഴയെന്ന് പറയുമെങ്കിലും ചെറിയ ആറുപോലെ ആഴവും പരപ്പവുമൊക്കെ കുറവാണ്. പുഴയ്ക്ക് കുറുകെ നീളത്തിൽ പതിച്ചു വെച്ചിരിക്കുന്ന പാറയിൽ ചവിട്ടി ഓരോരുത്തരായി അപ്പുറം കടന്നു. കരിങ്കാലി ഗ്രാമത്തിനപ്പുറം കൊടുങ്കാടാണ്. ചിന്നംവിളിയും ഓരിയിടയിലുമൊക്കെ ദൂരെ നിന്ന് കേൾക്കാം. പുഴ കടന്ന് മുന്നോട്ടുള്ള വഴിയിലൂടെ കണ്ണും കാതും കുറിപ്പിച്ച് നടത്തം തുടങ്ങി. കുറച്ചു ദൂരം താണ്ടിയപ്പോൾ വിജി പോക്കറ്റിൽ നിന്നും ആ ലെറ്റർ പുറത്തെടുത്ത് വായിച്ചു. അതിലൊരു വൃത്തത്തിൽ നിറയെ പൂക്കളും പൂക്കൾക്ക് നടുവിൽ ഒരു തലയോട്ടിയും വരച്ചു വെച്ചത് ശ്രദ്ധിച്ചു. വിജി നിൽക്കുന്നതിന് നേരെ മുൻപിലായി ഒരു വലിയ പാറ. അതിൽ നിറയെ വള്ളിപ്പടർപ്പുകൾ ചുറ്റി വരിഞ്ഞു കിടക്കുന്നു. അങ്ങിങ്ങായി ചുവന്ന നിറത്തിലുള്ള കുഞ്ഞുപൂക്കൾ വാരി വിതറിയതുപോലെ വിരിഞ്ഞു നിൽക്കുന്നു. വള്ളിപ്പടർപ്പുകൾ വകഞ്ഞു മാറ്റിയപ്പോൾ കണ്ടു പാറയിൽ ഒരു തലയോടിയുടെ ചിത്രം കൊത്തിവെച്ചിരിക്കുന്നു. അടുത്തെങ്ങോ ആണ് കത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്ഥലം. വിജി കൂടിയുള്ളവരോടായി പറഞ്ഞു. പാറ നിന്നിടത്ത് നിന്ന് കുത്തനെ ഒരു കയറ്റമാണ്. ഇരുവശവും വള്ളിക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞു നിൽക്കുന്നു. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. കുത്തനെയായതിനാൽ ഓരോ കാലടി വയ്ക്കുമ്പോഴും മണ്ണിടിഞ്ഞ് താഴേക്കിറങ്ങുന്നു. കുറ്റിച്ചെടികൾ നോക്കി നടക്കുന്നതിനിടയിൽ രജിത്ത് പെട്ടെന്ന് നിന്നു. 4-5 മന്തിക്കുപ്പികൾ. രജിത്ത് കാലുകൊണ്ട് അവ തിരിച്ചിട്ടു. അപ്പോൾ അതിനിടയിൽ ഒരു തൂവാല. വെള്ളയിൽ ചുവന്ന പുള്ളികളുള്ള തൂവാല. അവിടെ നിന്ന് എന്തോ വലിച്ചിഴിച്ചു കൊണ്ടുപോയതിന്റെ അടയാളം. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. അനങ്ങാതെ നിൽക്കുകയാണ്. നേരിയ ഭയം അവരുടെ കണ്ണുകളിൽ പ്രകടം. വിജയ തൂവാല കയ്യിലെടുത്ത് കുറ്റിച്ചെടികൾ വകഞ്ഞു മാറ്റി അപ്പുറത്തേക്ക് ചാടി. മണ്ണിൽ പൂണ്ട ആ അടയാളത്തെ ഫോളോ ചെയ്ത് അവർ പുറകെ പോയി. അത് ചെന്ന് അവസാനിച്ചത് അടുത്തടുത്തായി നിൽക്കുന്ന 2 മരങ്ങൾക്കരികെ. മരത്തിന്റെ ചുവട്ടിലാകെ കരിയിലകൾ മൂടിയിരിക്കുന്നു. പിറകിൽ കയറുകൊണ്ടുണ്ടാക്കിയ നീണ്ട ഗോവണി. അത് മരത്തിന് മുകളിലേക്ക് കയറിപ്പോകുന്നു. എല്ലാവരും ഒരുമിച്ച് മുകളിലേക്ക് നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. അത്ഭുതത്തോടെ അവർ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. 2 മരങ്ങൾക്കിടയിൽ നീണ്ട കൊമ്പുകളോട് ചേർന്ന് വളരെ മനോഹരമായി മുളകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ ഏറുമാടം. ഇതുവരെ അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു അത്. ഏറുമാടത്തിൽ പുറത്ത് മുളകൊണ്ടുണ്ടാക്കിയ ചുമരുകളിൽ നിറയെ ചുവന്ന ചായം കൊണ്ട് ക്രോസ് അടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നു. വിജിയും 3 പോലീസുകാരും ഗോമണയിൽ ചവിട്ടി മുകളിലേക്ക് കയറി. രജിത്തും വേറൊരു പോലീസുകാരനും താഴെ നിന്നു. മുകളിലേക്ക് കയറും തോറും മൂക്കിലേക്ക് ഇരച്ചു കയറുന്ന രൂക്ഷഗന്ധം. കള്ളിന്റെയും കഞ്ചാവിന്റെയും മനമടുപ്പിക്കുന്ന ഗന്ധം. 4 പേർക്ക് അനായാസം ചുറ്റിക്കാണുവാൻ പാകത്തിൽ വിശാലമാണ് ഏറുമാടത്തിനകവശം. അകത്ത് കയറിയതും കൂടെയുള്ള ഒരു പോലീസുകാരൻ ഓക്കാനം വന്ന് കർച്ചീഫ് എടുത്ത് മൂക്കുപൊത്തി. അകത്ത് LED ബൾബിന്റെ ചുവന്ന പ്രകാശം ജ്വലിച്ചു നിൽക്കുന്നു. അവിടെയുടെ വീണുകിടക്കുന്ന മദ്യക്കുപ്പികൾ. ഒരു മൂലയ്ക്ക് നീക്കി വെച്ചേക്കുന്ന മുളകൊണ്ടുണ്ടാക്കിയ അത്യാവശ്യം വലിയ കൊട്ട. അതിൽ നിറയെ സിറിഞ്ചുകളും ടാബ്ലറ്റുകളും. വിജി കയ്യിൽ ഗ്ലൗസ് ഇട്ട് അവയെല്ലാം പുറത്തെടുത്തു. പെട്ടെന്ന് ഒരു പോലീസുകാരന്റെ കാൽ തട്ടി. തറയിലെ മുളങ്കമ്പുകളിൽ ഒന്ന് ചെറുതായി ഇളകി. ഇളകിയ കമ്പ് നേരെയാക്കാൻ കുനിഞ്ഞപ്പോൾ തറയ്ക്ക് നടുവിൽ വൃത്തത്തിൽ ഒരു രേഖ. പോലീസുകാരൻ അവിടെ കൈവച്ചു നോക്കി. ശേഷം വൃത്താകൃതിയിലുള്ള ഒരു പാളി തറയിൽ നിന്ന് അടർത്തിയെടുത്തു. താഴേക്ക് ഒരു 7 ഇഞ്ച് നീളത്തിൽ ഒരു ചെറിയ അറ. വിജിയും പോലീസുകാരും അവിടെ മുട്ടുകുത്തിയിരുന്ന് അതിലെ സാധനങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. മുന്തിയ ബ്രാൻഡിലുള്ള 2 മദ്യക്കുപ്പി, സ്ക്രീൻ പൊട്ടിയ ഒരു സ്മാർട്ട് ഫോൺ, ഒരു ഇരുമ്പ് പാത്രത്തിൽ നിറയെ സിറിഞ്ചുകൾ, ചുവന്ന പുള്ളിയുള്ള വെളുത്ത തൂവാലയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു ഡയറി. അധികം പഴക്കം ചെന്നിട്ടില്ലാത്ത ഒന്ന്. ഏറുമാടത്തിനൊരു വശത്ത് ചതുരാകൃതിയിലുള്ള ഒരു ജാലകത്തിലൂടെ വെളിച്ചം അകത്തേക്ക് വീശുന്നുണ്ട്. വിജി ഡയറി കയ്യിലെടുത്ത് ആ ഭാഗത്തേക്ക് നീങ്ങി നിന്നു. ജാലകത്തിലൂടെ വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കി. പെട്ടെന്നാണ് ഏറുമാടത്തിന്റെ ഓപ്പോസിറ്റുള്ള മരത്തിനു പിന്നിൽ ഒരു നിഴൽ രൂപം.
വിജി ആകാംക്ഷയോടെ അവിടേക്ക് കണ്ണുകളെത്തിച്ചു. മരത്തിനെ മറഞ്ഞു നിൽക്കുന്ന ആ ആൾരൂപം. ഉടനെ ഏറുമാടത്തിനടുത്തേക്ക് മുഖം തിരിച്ചു. വിജി ഉടനെ തന്നെ ജാലകത്തിൽ നിന്നും മാറി ചുമരിനോട് ചേർന്നു നിന്നു. അരണ്ട വെളിച്ചത്തിൽ നിഴൽ രൂപത്തിന്റെ യഥാർത്ഥ മുഖം കണ്ട് വിജിയൊന്ന് ഞെട്ടി. നരച്ച തലമുടിയും വരണ്ട മുഖവുമുള്ള ഒരു ചെറിയ മനുഷ്യൻ. അന്ന് തന്റെ ചോദ്യങ്ങൾക്ക് വിനയാന്വിതനായി ഉത്തരം നൽകിയ, കണ്ണുകളിൽ എപ്പോഴും തിളക്കം കാത്തുസൂക്ഷിച്ച ആ പാവം മനുഷ്യൻ, സെക്യൂരിറ്റി രാജൻ. വിജിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവനൊരു ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഇയാളെന്താ ഇവിടെ? ഇനി ഇയാളാണോ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന? പക്ഷേ വിജി ആകെ ആശയക്കുഴപ്പത്തിലായി. വിജിയുടെ ആ നിൽപ്പ് കണ്ടിട്ടാവണം മറ്റു 3 പോലീസുകാർ അവന്റെ അടുത്തേക്ക് വന്നു. സാർ, എന്തെങ്കിലും പ്രോബ്ലം? വിജി ചൂണ്ടുവിരൽ ചുണ്ടിന് മുകളിൽ വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ തിരിഞ്ഞ് മരത്തിന് വശത്തേക്ക് നോക്കി. പക്ഷേ അവിടെ താൻ നേരത്തെ കണ്ടയാൾ ഉണ്ടായിരുന്നില്ല. വിജി പരിഭ്രാന്തിയോടെ ഏറുമാടത്തിന് വെളിയിലിറങ്ങി താഴോട്ട് നോക്കി. അവിടെ രജിത് സെക്യൂരിറ്റി രാജനെ പുറകിലൂടെ തന്റെ കൈകൾ കൊണ്ട് ബലമായി പിടിച്ചു വെച്ചിരിക്കുന്നു. അവൻ അയാളോട് എന്തൊക്കെയോ ചോദിക്കുകയും അയാൾ കുതറിമാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വിജി താഴേക്ക് പതിയെ കോണിയിറങ്ങി. രജിത്ത് തല ചരിച്ചുകൊണ്ട് വിജയെ നോക്കി വിളിച്ചു പറഞ്ഞു, സർ, ഇയാൾ ആ പാർക്കിലെ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി രാജൻ. ആ മരത്തിന് പിറകിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഓടാൻ ശ്രമിച്ചു. രജിത്ത് അയാളെ കൈകൾ കൊണ്ട് ഒന്നുകൂടെ ബലത്തിൽ മുറുക്കി. അയാൾക്കെന്തോ ശ്വാസം മുട്ടും പോലെ. വിജി താഴെയിറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു. അവനെ കണ്ടപാടെ രാജൻ, അയ്യോ സാറേ, സാറേ, എന്നെയൊന്ന് വിടാൻ പറയൂ. ക്ഷമിക്കണം സാർ. അയാളുടെ ശബ്ദമിടറി. അയാൾ ചുമക്കാൻ തുടങ്ങി. വിജി രജിത്തിനോട് അയാളുടെ മേലുള്ള പിടിവിടാൻ മറഞ്ഞു. അവൻ കെട്ടഴിച്ച് കൈയൊന്നു കുടഞ്ഞു. സെക്യൂരിറ്റി ഒരു നിശ്വാസത്തോടെ ചുമച്ചുകൊണ്ട് നിലത്തിരുന്നു. സർ, എന്നെ ഉപദ്രവിക്കരുത്. പേടിച്ചിട്ടാ സർ. അയാൾ വിജിയെ നോക്കി കൈകൾ കൂപ്പി. നിങ്ങളെന്താ ഇവിടെ? വിജി ശബ്ദം കനപ്പിച്ച് ഉച്ചത്തിൽ ചോദിച്ചു. ആ അത് സർ, നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? ഇവിടെ എന്താ കാര്യം? പോലീസുകാരെ ഒളിഞ്ഞു നിന്ന് നിരീക്ഷിക്കാൻ നിങ്ങളാരാണ്? വിജി ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി. ക്രൂദ്ധനായി അയാൾക്കരികിലേക്ക് നീങ്ങി. അയാൾ ഒരു വിറയിലോടെ പെട്ടെന്ന് എണീറ്റ് നിന്ന് കൈകൾ കൂപ്പി. ക്ഷമിക്കണം സാർ, ഞാനിവിടെ എന്നും വരാറുണ്ട്. എന്റെ അച്ചായിയുടെ ആത്മാവുറങ്ങുന്ന മണ്ണാണ് സർ. പെട്ടെന്ന് പോലീസുകാരെ കണ്ടപ്പോ പേടിച്ചുപോയി. അതും ഇവിടെ. ക്ഷമിക്കണം സാർ, എന്നെ ഉപദ്രവിക്കരുത്. അയാൾ നെഞ്ചത്ത് കൈവച്ച് ചുമച്ചുകൊണ്ടിരുന്നു. വിജയൊന്ന് തണുത്തു. അവൻ ശ്വാസം മുകളിലേക്കെടുത്ത് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അപ്പോഴാണ് രാജൻ വിജിയുടെ കയ്യിലുള്ള വെള്ള തൂവാലയിൽ പൊതിഞ്ഞ ഡയറി ശ്രദ്ധിക്കുന്നത്. സർ, ഇത് നിങ്ങളുടേതാണോ? വിജിക്കും അപ്പോഴാണ് അതേക്കുറിച്ച് ഓർമ്മ വന്നത്. അല്ല സർ. പിന്നെ ആ ഏറുമാടത്തിൽ ആരാണ് താമസിക്കാറ്? അത് സാർ, ഒരു ചെറുപ്പക്കാരൻ. അവനെ എങ്ങനെ അറിയാം? അയാൾ ഒന്ന് ശങ്കിച്ചു നിന്ന് രഞ്ജിത്തിനെ നോക്കി. നിങ്ങൾക്കറിയാവുന്നതൊക്കെ പറയൂ, രഞ്ജിത്ത് പറഞ്ഞു. അയാൾ നിലത്ത് കരിയിലക്കൂട്ടത്തിനിടയിൽ കുമ്പിട്ടിരുന്നു. സർ, അതൊരു പാവം പിടിച്ച കൊച്ച. നല്ല പഠിപ്പും വിവരവും ഒക്കെയുണ്ട്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത പോലെയാ പാവം. അയാൾ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. വിജയും പോലീസുകാരും കാതുകൂർപ്പിച്ച് അയാൾക്ക് ചുറ്റിനും ഇരുന്നു. കേസിന് ഇതൊരു വഴിത്തിരിവാണ്. അതുകൊണ്ട് അയാൾ പറയുന്നത് എന്തും ശ്രദ്ധിച്ചു കേൾക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ്. അച്ചായി മരിച്ചതിന് ശേഷം ഞാൻ എല്ലാ വൈകുന്നേരവും ഇവിടെ വരും. ഈ പാറക്കെട്ടിൽ മാനവും നോക്കി അങ്ങനെ കിടക്കും. നിലാവുദിക്കുന്ന നേരത്ത് തിരിച്ച് ടൗണിലേക്ക് പോകും. അന്ന് എന്നത്തെയും പോലെ ആകാശത്ത് നോക്കി കിടക്കുമായിരുന്നു ഞാൻ. പെട്ടെന്ന് കുറ്റിക്കാടുകൾക്കിടയിൽ ആരോ ഇരിക്കുന്നത് പോലെ തോന്നി. ഞാൻ ആവലാതിയോടെ അവിടെ ചെന്നപ്പോ ഒരു പയ്യൻ, ഒരു 20 വയസ്സൊക്കെ കാണും. വെളുത്തു മെലിഞ്ഞ് ഒരു സുന്ദരൻ. കണ്ടാൽ തന്നെ അറിയാം ഏതോ വലിയ വീട്ടിലെ കൊച്ചാണ്. അവന്റെ മുഖം ആകെ ചുവന്ന് ഏതാണ്ടൊക്കെ കണ്ട് ഭയന്ന മാതിരിയായിരുന്നു. ആകെ വിഷമം പിടിച്ച് കൂനിക്കൂടി ഇരിക്കുന്നു. അരികത്തൊരു ബാഗും. എന്നെ കണ്ടപ്പോ ഒന്ന് ഭയന്ന് മരത്തിനോട് ചേർന്നിരുന്നു. മോനെന്താ ഇവിടെ? അവനൊന്നും മിണ്ടിയില്ല. വഴിതെറ്റി വന്നതാണോ? അവൻ എന്നെ തന്നെ നോക്കി മിണ്ടാതെ ഇരിക്കുകയാണ്. മോൻ വല്ലതും കഴിച്ചായിരുന്നോ? മടിച്ചാണെങ്കിലും അവൻ ഇല്ല എന്ന് തലയാട്ടി. പാർക്കിൽ നിന്നും പോരുന്ന വഴി ഒരു പൊതിച്ചോറ് വാങ്ങിക്കാറുണ്ട്. ഞാനതെടുത്ത് അവന്റെ നേരെ നീട്ടി. അവൻ തെല്ലൊരു ഇഷ്ടക്കേടോടെയാണെങ്കിലും അത് വാങ്ങിച്ചു കഴിക്കാൻ തുടങ്ങി.
അല്ലേലും വിശക്കുന്നവൻ എന്ത് പ്രതാപം, അല്ലേ സാറേ? ഞാൻ അവനെയും നോക്കി തൊട്ടടുത്ത് തന്നെ ഇരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഞങ്ങളൊന്നും സംസാരിച്ചില്ല. എന്തോ ഇനി ഓരോന്ന് ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി. അവൻ ഇരുട്ടിലേക്കും നോക്കി അങ്ങനെയിരുന്നു. പെട്ടെന്ന് ഒരു ചിഹ്നം വിളി കേട്ടു. അവൻ ഞെട്ടിപ്പിടഞ്ഞ് എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. പാവം, നന്നായി പേടിച്ചു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു, ചേട്ടൻ ഇവിടെയാണോ താമസം? അല്ലല്ലോ, കടയിരിപ്പാണെന്റെ വീട്. അറിയോ? അവൻ ഇല്ല എന്ന് തലയാട്ടി. പിന്നെയും കുറെ നേരം മിണ്ടാതെയിരുന്നു. ചേട്ടൻ ഇന്നെന്റെ കൂടെ ഇവിടെ ഇരിക്കാമോ? അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ഒട്ടൊരു സങ്കോചത്തോടെ ചോദിച്ചു. അയ്യോ, ഞാൻ കുറച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകും. മോൻ എന്റെ കൂടെ പോരൂ. വേണ്ട ഏട്ടാ, ഞാനിവിടെ ഇരുന്നോളാം. ഏയ്, പരിചയമില്ലാത്തിടത്ത് ഒറ്റയ്ക്കിരിക്കാനോ? അതും ആളും മനുഷ്യരുമില്ലാത്ത ഇവിടെ. ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ എഴുന്നേറ്റ് അവനോട് എന്റെ കൂടെ വരാൻ പറഞ്ഞു. അവൻ ബാഗ് പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. എനിക്കെന്തോ അവനെ ഒറ്റക്കാക്കി പോരാൻ തോന്നിയില്ല. നിലാവുദിച്ചിട്ടും ഞാൻ തിരിച്ചുപോയില്ല. രണ്ടുപേരും പതിയെ മയക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ ഞാൻ പാർക്കിലേക്ക് പോയി. വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അവൻ അവിടെ ദേ ആ ഏറുമാടം പണിയാനുള്ള തന്ത്രപ്പാടിലാണ്. എനിക്കാകെ അതിശയം തോന്നി. ഇത്തിരി പോന്ന ഒരു പയ്യൻ എത്ര ചുറുചുറുക്കോടെയാ ഓരോ പണികൾ ചെയ്യുന്നേ. ഏതായാലും പയ്യൻ മിടുക്കൻ തന്നെ. അവൻ ഒറ്റയ്ക്കല്ലേ ഇങ്ങനെയൊന്ന് പണിതെടുത്തത്. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരായി. മിടുക്കനായ അവന് കിട്ടിയ സുഹൃത്തിനെ നോക്കൂ. മൂക്കിൽ പല്ല് മുളച്ച ഒരു വയസ്സനെ. അവന്റെ അച്ഛനും അമ്മയും ഒക്കെ വലിയ ജോലിക്കാരാ. നല്ല നിലയിലുള്ളോർ, കാശുകാർ. ഒറ്റ മോന. പറഞ്ഞിട്ടെന്താ, അവന്റെ വീട് ജയിലിൽ പോലെ ആയിരുന്നത്. ഒന്നിനും അനുവാദമില്ല. നിയമം തെറ്റിച്ച കനത്ത ശിക്ഷ. കൊച്ചിലെ വീടിനെയും വീട്ടുകാരെയൊക്കെ വെറുപ്പായിരുന്നു എന്ന്. കൂട്ടുകാരില്ല. സ്കൂള് കഴിഞ്ഞാ വീട്, വീട് കഴിഞ്ഞാ സ്കൂള്. കളിയും ചിരിയുമില്ല. അച്ഛൻ എന്തു പറയുന്നു അതൊക്കെ അപ്പടി അനുസരിക്കും. വലിയ സ്കൂളിലൊക്കെയാ പഠിച്ചത്. അവിടെ വീട്ടിലേതിനേക്കാൾ കഷ്ടം. ജീവിതത്തോട് തന്നെ മടുപ്പ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ പോയി. പഠനയാത്ര ആയോണ്ട് അവനൊട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും പിന്നെ പുറത്തിറങ്ങാൻ വല്ലപ്പോഴും കിട്ടുന്ന അവസരമായോണ്ടും അവനും കൂടെ ചേർന്നു. ആ ഒരു യാത്ര അവന്റെ ജീവിതം തന്നെ മാറ്റി. തന്റെ ഒപ്പമുള്ള കുട്ടികളൊന്നും അവനെ പോലെയല്ല. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നു. അവൻ ഒന്നിനും കൂടിയില്ല. ഇവരൊക്കെ എന്ത് സന്തോഷത്തിലാ, ഞാൻ മാത്രമെന്തേ ഇങ്ങനെ? അങ്ങനെ ടൂറിന്റെ അവസാനമായപ്പോഴേക്ക് അവനൊരു കൂട്ടുകാരനെ കിട്ടി. പിന്നെ അവനുമായി നല്ല കൂട്ടായി. ഒരിക്കൽ അവന്റെ വീട്ടിലൊക്കെ പോയി. അവിടെ അവന്റെ അച്ഛനെയും അമ്മയും ഒക്കെ അവൻ ഒത്തിരി ഇഷ്ടായി. ഒപ്പം തന്റെ വീട്ടുകാരോട് കൂടെ കൂടെ വെറുപ്പും അകൽച്ചയും. കൂട്ടുകാരന്റെ കൂടെ പലപ്പോഴും വീട്ടിൽ നുണ പറഞ്ഞ് പുറത്തൊക്കെ കറങ്ങി നടന്നു. പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി താൻ 4 ചുവരുകൾക്കിടയിൽ നിന്ന് കണ്ട ജീവിതമല്ല സത്യമെന്ന്. വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അവൻ പെരും നുണകൾ പറഞ്ഞു ശീലിച്ചു. തങ്ങളുടെ തിരക്കുകൾക്കിടയിൽ അവനെ ശ്രദ്ധിക്കാൻ അവർക്കും സമയം കിട്ടിയില്ല. കൂട്ടുകാരെല്ലാം തങ്ങളുടെ അച്ഛനമ്മമാരെക്കുറിച്ച് സ്നേഹത്തോടെയും അഭിമാനത്തോടെയും പറയുമ്പോൾ അവൻ എല്ലാം കേട്ട് മിണ്ടാതിരിക്കും. എല്ലാവരുടെയും ഉള്ളിൽ അവനൊരു പണക്കാരനും ഭാഗ്യവാനുമാണ്. പക്ഷേ പണം മാത്രമേ ഉള്ളൂ എന്ന് അവനാരോടും പരാതി പറഞ്ഞില്ല. ഒരിക്കൽ കൂട്ടുകാരുടെ കൂടെ ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിർഭാഗ്യവശാൽ അച്ഛൻ കണ്ടു. അതോടെ എല്ലാം അവസാനിച്ചു. +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവനെ ബാംഗ്ലൂരിലെ ഒരു ബോർഡിങ്ങിൽ കൊണ്ടുപോയി ചേർത്തു. അവിടുത്തെ രീതികൾ ഭയാനകമായിരുന്നു അവന്. തന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരിടം. എല്ലാത്തിനും ഒരു പ്രത്യേക സമയം. ഒന്ന് പൊട്ടിച്ചിരിച്ചാൽ പോലും ശിക്ഷ പിറകെ വരും. അവിടെ പഠിക്കുന്നവരെല്ലാം ഭ്രാന്തന്മാരാണെന്ന് അവന് തോന്നി. 2-3 പ്രാവശ്യം അവിടെ നിന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചതിന് അവന് നന്നായി വേദനിക്കേണ്ടി വന്നു. മാത്രമല്ല ഹോസ്റ്റലിൽ നിൽക്കുന്ന വാർഡന്റെ എണ്ണവും കൂട്ടി. ഒരു പ്രാവശ്യം അവിടെ എന്തോ പരിപാടി നടക്കുന്ന സമയത്ത് അവൻ മതിൽ ചാടി. പുറകെ വന്ന സെക്യൂരിറ്റിയെ നിലത്ത് വീണ് കിടന്ന കുപ്പിച്ചെല്ലുകൊണ്ട് വയറ്റിൽ കുത്തി. ദൈവം സഹായിച്ച് അയാൾ മരിച്ചില്ല. ചെറിയ കേസും പ്രശ്നങ്ങളും ഉണ്ടായപ്പോ അച്ഛന്റെ പിടിപാട് മൂലം അതിൽ നിന്നൊക്കെ ഊരിച്ചാടി. പക്ഷേ ജീവിതം കൂടുതൽ മോശമായി. അച്ഛന്റെ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. ഇവനെക്കുറിച്ച് നന്നായി അറിയാവുന്നതുകൊണ്ടും ആരും അധികം കൂട്ടാവാൻ നിന്നില്ല. അവനാണെങ്കിൽ ആരോടും താല്പര്യം കാണിച്ചില്ല. പിന്നെയും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അതൊന്നും അവൻ ഇന്നേ വരെ വിട്ടു പറഞ്ഞിട്ടില്ല. ഒരു 17 വയസ്സുകാരനെ പിടിച്ച് കമ്പ്യൂട്ടറിന് മുന്നിലിരുത്തി വലിയ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അവന് എന്തറിയാനാണ്? എന്നാലും അവന്റെ മിടുക്ക് വെച്ച് പലതും സ്വയം പഠിച്ചെടുത്തു.
പക്ഷേ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നതിനോട് അവന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇതിനിടെ ഇവൻ നന്നായി മദ്യപിക്കാനും തുടങ്ങി. മയക്കുമരുന്നിനും അടിമയായി. ഞാൻ അവനിൽ കണ്ട ഒരേ ഒരു കുറവും ഇതുതന്നെയാണ് സർ. ഇതിന്റെ പേരിൽ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ അനുസരിക്കാത്തതും ഈയൊരു കാര്യത്തിൽ മാത്രം. ചെവി പൊട്ടുന്ന തരത്തിൽ ഞാൻ ചീത്ത വിളിക്കും. അപ്പോൾ അവൻ പറയും, രാജേട്ടൻ എന്നെ എത്ര വേണേലും വഴക്ക് പറഞ്ഞു, എനിക്ക് ഒട്ടും വിഷമവും ഇല്ല. എനിക്ക് ചേട്ടനെ അത്ര ഇഷ്ടാ. ഇന്നേ വരെ ചേട്ടൻ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇതെന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ മുമ്പ് എങ്ങനെയായിരുന്നെന്ന് ചേട്ടൻ അറിയില്ലല്ലോ. അന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഈ കള്ളും കഞ്ചാവുമായിരുന്നു ആകെ സമാധാനം. ദേഷ്യം വരുമ്പോൾ ഈ സിറിഞ്ചെടുത്ത് കുത്തിക്കയറ്റും. അപ്പോതേ ഞാനിങ്ങനെ കൊച്ചുകുട്ടിയെപ്പോലെ ഉറങ്ങും. എന്നെ എന്തിനാ രാജേട്ടാ ദൈവം ഭൂമിക്ക് പറഞ്ഞു വിട്ടെ? ചേട്ടനെന്താ ചേട്ടന്റെ അച്ചായിനോട് ഇത്ര പ്രേമം? അച്ചായി കാണുന്നുണ്ടാവോ ചേട്ടൻ ഇവിടെ വന്ന് മൂപ്പരെയും ഓർത്ത് മാനം നോക്കി കിടക്കുന്നത്? ചേട്ടനൊക്കെ ഓർക്കാൻ എന്തോരം നല്ല ഓർമ്മകളാ. എനിക്കുണ്ട്. ഏസ് റൂമിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കളിച്ചു തിമിർത്ത ഓർമ്മകൾ. കൂട്ടുകാരൊക്കെ പുറത്ത് വെയിലത്ത് കളിച്ചു നടക്കുമ്പോൾ ഞാനിവിടെ AC യുടെ തണുപ്പിൽ അങ്ങനെ സുഖിച്ചിരിക്കുക. അല്ലേ ചേട്ടാ? ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ആകാശത്ത് താരങ്ങൾ അവിടെ ഇവിടെയായി മിന്നിക്കളിക്കുന്നു. ആർക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചീവീടുകളുടെ ശബ്ദം മാത്രം. ഇടയ്ക്കെപ്പോഴോ നനുത്തു തണുത്ത ഇളം കാറ്റ് വീശി. പോലീസുകാർ ഓരോരുത്തരായി താഴെ നിന്ന് എഴുന്നേറ്റ് മൂരി നിവർന്നു. അവനിപ്പോ എവിടെയാണെന്നറിയൂ? രജിത്ത് ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് ചോദിച്ചു. 2 ദിവസമായി ഇവിടെ നിന്ന് പോയിട്ട്. എവിടെയോ ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എവിടാന്ന് പറഞ്ഞില്ല. രജിത്ത് ഒന്ന് മൂളുക മാത്രം ചെയ്തു. അല്ല സാറേ, നിങ്ങളെന്തിനാ അവനെ അന്വേഷിച്ചു വന്നേ? വിജി അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്തോ അത് തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. കൂടുതൽ നേരം അവിടെ നിന്നില്ല. ഏറുമാടത്തിൽ നിന്ന് ലഭിച്ച സാധന സാമഗ്രികളുമായി അവർ തിരിച്ചു നടന്നു. കൂടെ രാജനും. നടക്കുന്നതിനിടയിൽ വിജി രാജന്റെ വിശേഷങ്ങൾ അന്വേഷിച്ചു. അച്ഛൻ വിറക് ശേഖരിക്കാൻ കരിങ്കാലി ഗ്രാമത്തിന് വന്നതായിരുന്നു. അവിടെ നിന്ന് സുന്ദരിയായ തുളസിയുമായി പ്രണയത്തിലായി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെയായി ജീവിതം. അച്ചായിക്ക് നാട്ടിൽ ആരുമില്ല. കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിനു ശേഷം രാജൻ പിറന്നു. രാജന് 3 വയസ്സുള്ളപ്പോൾ തുളസിയമ്മ മരിച്ചു. പിന്നെ അച്ചായി ആയിരുന്നു എല്ലാം. 15 വയസ്സുള്ളപ്പോൾ അച്ഛനും പോയി. പിന്നെ ഏകാന്ത ജീവിതം. പലയിടങ്ങളിലായി പല പല ജോലിയും ചെയ്തു. കല്യാണമൊന്നും കഴിച്ചില്ല. ഒറ്റത്തടിയായി ജീവിക്കാനായിരുന്നു ഇഷ്ടം. എന്റെ വിചാരം ഞാനായി ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനെന്ന. അങ്ങനെയൊന്നും അല്ല സാറേ. പലരുടെയും ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല തെളിമയൊക്കെ തോന്നെങ്കിലും ആഴത്തിലിറങ്ങി ചെന്നാൽ കാണാം നിറയെ മണ്ണും ചെളിയുമാ. സൂട്ടും കോട്ടും ഇട്ട് നടക്കുന്നവരെ കാണുമ്പോൾ വലിയ ആരാധനായിരുന്നു. പഠിപ്പും പത്രാസും മാത്രം പോരെ സാറേ, വിവരവും വിവേകവും വേണ്ടേ? അയാൾ വിജയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പയ്യനെ കണ്ടാൽ എങ്ങനെയിരിക്കും? അത് സാറേ, അവൻ സുന്ദരനാ. വെളുത്ത് നല്ല പൊക്കവും ഉണ്ട്. ഏതാണ്ട് ഹിന്ദി സിനിമ നടന്മാരെ പോലെ. അച്ചായി മരിച്ചതിനു ശേഷം ഒരു നല്ല കുപ്പായം വാങ്ങിത്തന്നത് അവനാ. നന്നായി പുസ്തകം വായിക്കും. ഞാൻ ടൗണിലെ വായനാശാലയിൽ നിന്ന് പുസ്തകമൊക്കെ കൊണ്ടു കൊടുക്കും. സാറുമാര് കരുതും പോലെ അവനങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും കരിമ്പുഴക്കടുത്തെത്തിയിരുന്നു. വിജി രാജനോട് അവരുടെ കൂടെ വരാൻ പറഞ്ഞു. ഇല്ല സാറേ, അമ്മ മരിച്ചതിനു ശേഷം അച്ചായി അമ്മയും ഓർത്ത് ഇവിടെ മാനം നോക്കി കിടക്കുമായിരുന്നു. ആ സ്വഭാവം എനിക്കും കിട്ടി. ഇതിപ്പോ ഒരു ശീലായി. അത് പറയുമ്പോൾ അയാളുടെ മുഖത്തെ പ്രസന്നതയും ചൈതന്യവും അവൻ ശ്രദ്ധിക്കാതിരുന്നില്ല. അയാൾ അവരെ അപ്പുറം കടക്കാൻ സഹായിച്ചു. അപ്പോഴാണ് വിജിക്ക് പയ്യന്റെ പേര് ചോദിക്കാൻ വിട്ടുപോയ കാര്യം ഓർമ്മ വന്നത്. ചേട്ടാ, ആ പയ്യന്റെ പേരെന്തായിരുന്നു? അബിൻ. രാജൻ അവർക്ക് കൈവീശി കാണിച്ച് തിരികെ നടന്നു. രാത്രി 11 മണി. സാർത്തിക്കിന്റെ ഫ്ളാറ്റിൽ. വിജി പറഞ്ഞ കഥകൾ കേട്ട് മൂകനായിരിക്കുകയാണ് സാർത്തി. ഇതുവരെ കാണാതായ കുട്ടികൾ എവിടെയാണെന്ന ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അവർക്കൊന്നും വരില്ലെന്ന് ആരോ പറയും പോലെ. അതുകൊണ്ടായിരിക്കാം വിജിയുടെ മുഖത്ത് നേരിയ ആശ്വാസത്തിന്റെ അടയാളമുണ്ടായിരുന്നു. സായൂജ് അമ്മയുമായി വീഡിയോ കോളിലാണ്. സ്കൂളിലെയും നാട്ടിലെയും വിശേഷങ്ങൾ വള്ളിപുള്ളി വിടാതെ അമ്മയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കൂടെ അച്ഛനെ കാണാത്ത പരിഭവവും ചേട്ടായെക്കുറിച്ചുള്ള പരാതിയും. സാർത്തിക്കിന് അതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ണു നിറഞ്ഞുപോയി. വിജി, നീ പറഞ്ഞ പോലെയാണെങ്കിൽ ചിലപ്പോൾ സായൂജിന് എന്നെപ്പോലെ ഒരു ചേട്ടനുള്ളതായി ആ പയ്യന് അറിവുണ്ടാവില്ല. പാരന്റ്സ് നാട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിപ്പോയ സായൂജിനെയാവും അവൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാവുക, അല്ലേ? അതെ. സാർത്തി കിച്ചണിലേക്ക് പോയി.
വിജി മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന ഡയറി എടുക്കാൻ വേണ്ടി സോഫയിൽ നിന്ന് എണീറ്റു. അതിനു പുറത്തെ ടവൽ മാറ്റി ഡയറി പുറത്തെടുത്തു. വെള്ള നിറത്തിലുള്ള പുറം ചട്ടയിൽ എ എന്ന ചുവന്ന മഷി കൊണ്ട് വരച്ചു വെച്ചിരിക്കുന്നു. അവൻ ഡയറി മേശമേൽ വെച്ചു. അപ്പോഴേക്കും സായു ജോഡി വന്ന് അത് കൈക്കലാക്കി. അയ്യടാ, ഇത് തരില്ലല്ലോ. അവൻ മേശയ്ക്ക് മുകളിൽ കയറി ഒച്ച വെച്ചു. സായു, അതെനിക്ക് നാളെ ഓഫീസിൽ കൊണ്ടുപോയി ജയമോഹൻ സാറിന് കാണിക്കാനുള്ളതാ. ഇങ്ങ് തന്നേ. അതിന് വല്ലതും പറ്റിയാ ഞാൻ നിന്റെ പേര് പറയും കേട്ടല്ലോ. അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഇത് തരണമെങ്കിൽ അമ്മയോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ. ഇതാ ഫോൺ. ഓ, അത്രേ ഉള്ളൂ. താ. വിജി ചിരിച്ചുകൊണ്ട് ഫോൺ വാങ്ങി. പെട്ടെന്ന് സായുവിന്റെ കയ്യിൽ നിന്ന് ഡയറി താഴോട്ട് വീഴാൻ പോയി. അവനത് തന്റെ വലത്തെ മുട്ടുകാല് വെച്ച് പിടിച്ചു നിർത്തി. അപ്പോൾ അതിൽ നിന്ന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പുറം തിരിഞ്ഞ് മേശയ്ക്ക് മുകളിൽ വീണു. സായു അത് കയ്യിലെടുത്ത് മറിച്ചു നോക്കി. വെറുതെയല്ല ഇത് തൊടാൻ സമ്മതിക്കാതെ. ഇവനിതെന്തു പറ്റിയെന്ന് മനസ്സിൽ വിചാരിച്ച് വിജി അവന്റെ അടുത്തേക്ക് വന്നതും അവൻ മേശയിൽ നിന്ന് ചാടിയിറങ്ങി സാർത്തിക്കിനടുത്തേക്ക് ഓടി. ചേട്ടായി, ഈ വിജി ചേട്ടൻ ദേ ഇതിൽ കൃത്യച്ചേച്ചിയുടെ ഫോട്ടോ ഒളിപ്പിച്ച് വെച്ചേക്കുവാ. വിജി വേഗത്തിൽ സായുവിന്റെ അടുത്തേക്ക് ഓടിവന്ന് അവന്റെ കയ്യിലുള്ള ഫോട്ടോയും ഡയറിയും പിടിച്ചു വാങ്ങി. ഋതുവിന്റെ 3 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ. അവൻ വെപ്രാളപ്പെട്ട ഡയറി തുറന്ന് പേജുകൾ ഓരോന്നായി ധൃതിയിൽ മറിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവ എല്ലാം തീർത്തും ശൂന്യമായിരുന്നു. ഒരക്ഷരം പോലും അതിലവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിജി സോഫയിലിരുന്ന് തന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. ഇത്രയും നേരം വലിയ പ്രതീക്ഷയും മനസ്സിൽ വെച്ചുകൊണ്ട് സൂക്ഷിച്ചു വെച്ച ഡയറി അവന് നൽകിയത് ഒരു വലിയ ആഘാതം തന്നെയായിരുന്നു. ഇതെല്ലാം കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് സാർത്തിക്. സായൂജ് ഒന്നും മനസ്സിലാവാതെ റൂമിലേക്ക് ഓടി. സമയം 12. വിജയും സാർത്തിക്കും ഹാളിൽ പരസ്പരം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. കുറെ നേരത്തെ മൗനത്തിന് ശേഷം, സാർത്തി, നീയൊന്ന് ഋതുവിനെ വിളിക്കാമോ? സാർത്തി ഒന്നും പറയാതെ മുഖം കനപ്പിച്ചു. എണീറ്റ് റൂമിൽ കയറി വാതിൽ ശക്തിയായി വലിച്ചടച്ചു. വിജിക്കാകെ ഭ്രാന്ത് പിടിച്ചതുപോലെയായി. എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ടുള്ള പാത കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു. തലയ്ക്ക് വല്ലാത്ത കനം, ശരീരം മൊത്തത്തിലൊരു നീറ്റൽ. മനസ്സിനാണേ ഒട്ടു സുഖയില്ല. അവൻ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. റിങ് ചെയ്ത് കുറച്ചുനേരം കഴിഞ്ഞ് ഫോൺ എടുത്തു. ഹലോ അമ്മ. ആ വിജി. ഉറക്കച്ചടവോടെയാണെങ്കിലും അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അവന് നേരിയ ആശ്വാസം തോന്നി. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? നേരെ ഒരുപാടായാലോ. അത് നല്ല ചോദ്യം. ഉറങ്ങിക്കൊണ്ടിരുന്ന ആളെ വിളിച്ചുണർത്തിയിട്ട് ഉറങ്ങിയില്ലേന്ന്? അയ്യോ, അമ്മ എന്നാ ഉറങ്ങിക്കോ, ഞാൻ വെറുതെ വിളിച്ചാണ്. ഓ, വല്ലപ്പോഴേ വിളിക്കത്തുള്ളൂ. എത്ര നാളായടാ നീ ഇതുവഴിയൊക്കെ വന്നിട്ട്? ഇതാ ഞാൻ വിളിക്കാതെ. അമ്മയുടെ ഒരു പരിഭവം പറച്ചിൽ. ഋതു എന്തേ അമ്മ? അവൾ ഉറങ്ങിയില്ലോ. നീ അവളുടെ ഫോണിൽ വിളിച്ചില്ലേ? ആ, വിളിച്ചായിരുന്നു. എന്താ അമ്മയുടെ വിശേഷം? വയ്യായികൊന്നും ഇല്ലല്ലോ? എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിനക്ക് കുറെ കേസും കൂട്ടമൊക്കെ ഉള്ളതല്ലേ? ഉറങ്ങാൻ കിടക്കുമായിരുന്നു. എന്തോ വിളിക്കണമെന്ന് തോന്നി. എന്നാ ശരിയമ്മ, ഞാൻ വെക്കുവാ, പിന്നെ വിളിക്കാം. വിജി ഫോൺ കട്ട് ചെയ്ത് കൈകൾ തലയ്ക്ക് പിന്നിൽ കെട്ടി സോഫയിൽ മലർന്നു കിടന്നു. ഇത്തിരി നേരം അമ്മയോട് സംസാരിച്ചപ്പോൾ നെഞ്ചിൽ നിന്ന് ചെറിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ. ഉറക്കം വരുന്നില്ല. ഈ പാതിരയ്ക്ക് വെറുതെ അമ്മയുടെ ഉറക്കവും കളഞ്ഞു. ചെറുപ്പം തൊട്ടുള്ള ശീലാണ്. മനസ്സിന് വിഷമം വന്നാൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞും ചെയ്തും അമ്മയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അവൻ കയ്യിലുള്ള ഫോട്ടോയിലേക്ക് നോക്കി. ഋതു. വെളുത്തുരുണ്ട കുഞ്ഞുമുഖം. വിടർന്ന കണ്ണുകൾക്ക് താഴെ കൺമഷി എഴുതിയിട്ടുണ്ട്. നെറ്റിയിൽ കുഞ്ഞുപൊട്ട്. മുൻവശത്തേക്ക് വീണ് കിടക്കുന്ന ഇത്തിരി മുടിച്ചുരുൾ. സുന്ദരിയാണ്. ഇന്ന് കവിളൊക്കെ മെലിഞ്ഞിട്ടുണ്ട്. എങ്കിലും ചിരിക്കുമ്പോൾ നുണക്കുടി ഇപ്പോഴും തെളിഞ്ഞു കാണും. സോഷ്യോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കൂട്ടുകാരൊത്ത ബൈക്കിൽ ചുറ്റി ആർമാതി ചാക്ലാദിച്ച് നടന്നിരുന്ന കാലം. 5 പൈസ കയ്യിലില്ലേലും ആഘോഷത്തിനൊരു കുറവും വരുത്തിയില്ല. ക്ലാസ് കട്ട് ചെയ്തുള്ള ഓരോ ആഘോഷവും മിക്കവാറും ദുരന്തങ്ങളിലാണ് ചെന്ന് അവസാനിക്കുക. കോളേജിൽ അടിപിടി കേസ് കൂടാതെ പുറത്തും ആരെങ്കിലുമൊക്കെയായി വെറുതെ ചൊറിയാൻ വരും. അപ്പൊ പിന്നെ നിവർത്തികേടുകൊണ്ട് തല്ലിപ്പോവും. ഒരു വൈകുന്നേരം പുറത്തു പോയ സമയത്താണ് നമ്മുടെ ഫുഡ് കോർട്ടിന്റെ ഇനാഗ്രേഷൻ നടക്കുന്നത്. എന്താ ഏതാണെന്നൊന്നും അറിയാൻ പാടില്ലെങ്കിലും ഫ്രീ ഫുഡ് കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പിയായി. വല്ലപ്പോഴും കിട്ടുന്ന നല്ല അവസരങ്ങൾ അങ്ങനെയങ്ങ് ഇട്ടേച്ചു പോരാൻ മാത്രം വിഡ്ഢികളല്ല കൂട്ടത്തിലാരും. അങ്ങനെ ഫുഡും തട്ടിയിരിക്കുമ്പോഴാണ് തനിക്ക് ഓപ്പോസിറ്റായി ടേബിളിന് ചുറ്റും ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന പെൺപിള്ളേരുടെ ഒരു ഗ്യാങ്ങിനെ ശ്രദ്ധിക്കുന്നത്. ഓസിന് ഫുഡ് കിട്ടിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഓരോന്നും സ്ഥലകാല ബോധമില്ലാതെ എന്തെല്ലാമോ പറഞ്ഞ് ചിരിക്കുകയും പലതരത്തിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു.
അവരെ വെച്ച് നോക്കുമ്പോൾ ഡീസൻസിയുടെ കാര്യത്തിൽ നമ്മളൊക്കെ എത്രയോ മുന്നിലാണ്. അപ്പോഴാണ് നമ്മുടെ സാർത്തിക് എണീറ്റ് നേരെ ഫുഡ് കോർട്ടിലേക്ക് നടക്കുന്നത്. പക്ഷേ വഴിക്ക് വെച്ച് പെൺപടയിലൊന്നിന്റെ കാലിൽ തട്ടി വീഴാൻ പോയി. കയ്യിലെ പ്ലേറ്റും ഗ്ലാസും കിടക്കണു താഴെ. എന്തു വേണേലും സഹിക്കും, പക്ഷേ തിന്നുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവനെ പിടിച്ചാ കിട്ടില്ല. പെൺപിള്ളേരാണെന്നും നോക്കിയില്ല. വായിൽ വന്ന തെറി മൊത്തത്തിൽ അങ്ങ് വിളമ്പി. എതിർ ടീമും ഒട്ടും മോശമല്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും ബഹളവും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ തോറ്റുപോയി. അടിയും ഇടിയുമാണെങ്കിൽ ക്രെഡിറ്റ് ഉറപ്പായും തങ്ങൾക്ക് കിട്ടുമായിരുന്നു. എന്തു ചെയ്യാൻ? വിജി തുടക്കത്തിൽ ഒന്നും ഇടപെടാതെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ മാസ് എൻട്രിയോടെ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് കരുതി മിണ്ടാതെയിരുന്നു. സമയമായെന്ന് കണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് രംഗപ്രവേശനം ചെയ്യാൻ നിൽക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഇത്തിരി സൗമ്യത തോന്നിക്കുന്ന ഒരു പെങ്കൊച്ച് ഇടയ്ക്ക് കയറി ഒത്തുതീർപ്പിന് നിന്നത്. അതോടെ വിജിക്ക് കിട്ടേണ്ട ക്രെഡിറ്റും പോയി. തന്റെ കഞ്ഞിയിലെ പാറ്റയായി പറന്നു വീണ അവളെ തന്നെ നന്നായി നോട്ടമിട്ട് വെച്ചു. അവിടുന്ന് പിന്നെ പലയിടങ്ങളിലായി, ആദ്യമൊക്കെ അപ്രതീക്ഷിതമായിട്ടും പിന്നെ ഏറെ പ്രതീക്ഷയോടെയുള്ള കണ്ടുമുട്ടലുകൾ. അത് സാധാരണയായി. പതിയെ പ്രണയം വേരുറക്കാൻ തുടങ്ങി. ജോലിയായി നടക്കുമ്പോൾ ഒരു പ്രേമവും കൂടെയുണ്ടെങ്കിൽ പിന്നെ ജീവിതം ഹാപ്പിയല്ലേ? ആ ഒരു ചിന്തയാണ് വിജയെ പ്രേമിക്കാൻ പ്രേരിപ്പിച്ചതും. നല്ല പ്രായത്തിലല്ലേ ഇങ്ങനെയൊക്കെ പറ്റൂ. ചുമ്മാ ഒരു തമാശയ്ക്ക് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഋതുവിന് അതത്ര കണ്ട് നിസ്സാരമാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിലുറച്ച വേരുമുളച്ച് വളർന്ന് വലിയ വൃക്ഷമായി പടർന്നു പന്തലിച്ചങ്ങനെ നിന്നു. 3 വർഷത്തെ പ്രണയത്തിനിടയ്ക്ക് വിജിയുടെ പഠനവും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ് IPS പരീക്ഷയും പാസ്സായി. സബ് ഇൻസ്പെക്ടറായി ജോയിൻ ചെയ്തു. തിരക്കുകൾക്കിടയിൽ ഈ വക കാര്യങ്ങളെല്ലാം എപ്പോഴേ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു. ജോലി കിട്ടിയപ്പോൾ അമ്മയ്ക്ക് തന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണമെന്ന് ഒരേയൊരു വാശി. പിന്നീട് അങ്ങോട്ട് പോലീസ് കുപ്പായത്തോടുള്ള അടങ്ങാത്ത ആരാധനയായിരുന്നു. വിവാഹം അതിനൊരു വിലങ്ങ് തടിയായേക്കുമെന്ന ചിന്തയിൽ അമ്മയുടെ ആഗ്രഹത്തോട് ഒട്ടും താല്പര്യം കാണിച്ചില്ല. അപ്പോഴേക്കും ഋതുവിന്റെ വീട്ടുകാർ ആലോചനയുമായി വന്നു. 10ൽ 8 പൊരുത്തം. കുടുംബം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അമ്മയുടെ കണ്ണിൽ ഏറ്റവും അനുയോജ്യമായെന്ന് തോന്നിയ ബന്ധം. കാത്തിരിക്കാനൊന്നും വയ്യ, എത്രയും പെട്ടെന്ന് നടത്തണം. എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ വിട്ടുതരുന്ന പ്രശ്നമില്ല. ഋതുവിനോട് പിന്തിരിയാൻ വേണ്ടി തന്റെ അനർത്ഥമായി കിടക്കുന്ന ഭാവിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എണ്ണി പറഞ്ഞു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. മനസ്സില്ലാ മനസ്സോടെ ചുറ്റുമുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി നടന്ന ഒരു വിവാഹമായിരുന്നു തന്റേത്. ഇന്നും അങ്ങനെ തന്നെ. വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന അടുപ്പത്തിൽ നിന്ന് നോക്കുമ്പോൾ പേരിന് പോലുമുള്ള ബന്ധം ഋതുവുമായി ഇന്നില്ല. തനിക്ക് എന്തു സംഭവിച്ചതാണെന്ന് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. പ്രണയം തമാശയ്ക്കാണെങ്കിൽ കൂടി അന്നവിടെ വിളിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. അമ്മയോട് പിണങ്ങിയിരിക്കുമ്പോൾ സങ്കടം പറയാൻ വേണ്ടി അവളെ വിളിക്കും. പിന്നെ അവിടെയും മടിയാവും. കാക്കയോടുള്ള സ്നേഹത്തിന് തന്നെ തന്റെ മനസ്സിൽ വിത്ത് പാകിയത് അവളാണ്. വാതോരാതെ പോലീസുകാരുടെ മഹിമ പറഞ്ഞുകൊണ്ടിരിക്കും. അതുവരെ വല്യച്ഛന്റെ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം IPSന് ചേർന്നു. പതിയെ അത് അവളിലൂടെ തന്റെ മാത്രം ജീവിതാഭിലാഷമായി മാറുകയായിരുന്നു. നമ്മളൊരു കാര്യം അത്രമേൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇത്രയെങ്കിലും നമ്മളെ അകറ്റി നിർത്തുന്ന ഒന്നിനെയും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. ഇനി തനിക്ക് മാത്രമാണോ അങ്ങനെ? തനിക്ക് ഋതുവിനോട് പ്രത്യേകിച്ച് ദേഷ്യമോ ഇഷ്ടക്കേടോ ഒന്നുമില്ല. പക്ഷേ എന്തോ ഒരകൽച്ച. കാരണം എന്താണെന്ന് അറിയില്ല. ആ ചെറുപ്പക്കാരന് ഋതുവിന്റെ ഫോട്ടോ എവിടുന്ന് കിട്ടി? അവന് ഋതുവുമായി എന്താ ബന്ധം? ആ ഫോട്ടോ മാത്രം അടങ്ങുന്ന ഡയറി ഇത്രയും സുരക്ഷിതമായി ഒളിപ്പിച്ചു വെക്കാൻ അതിനും മാത്രം പ്രാധാന്യം അതിനുണ്ടോ? കുട്ടികളെ മിസ്സായതും ഇതും തമ്മിലുള്ള കണക്ഷൻ? ഇനി ഋതു വഴി തന്നെ ട്രാപ്പിലാക്കാനുള്ള പദ്ധതിയാണോ? പക്ഷേ എന്തിന്? പ്രധാന തെളിവായി കണക്കാക്കുന്ന ആ കർച്ചീഫ്, വെള്ളയിൽ ചുവന്ന പുള്ളിയുള്ള. പക്ഷേ അതേക്കുറിച്ചൊന്നും തന്നെ സെക്യൂരിറ്റി രാജൻ സൂചിപ്പിച്ചില്ല. എങ്കിൽ കൂടി ആ ടവല് കണ്ടിട്ടാണ് അയാൾ അവനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ഇന്ന് രാവിലെയാണ് സായു ചെറുപ്പക്കാരനെ കണ്ടത്. 9-നോടടുത്ത് തങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി. ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ വെച്ച് ലെറ്റർ കിട്ടുന്നു. അപ്പോൾ തന്നെ കരിങ്കാലിയിലേക്ക് പുറപ്പെടുന്നു. ഇതെല്ലാം ഇന്ന് നടന്നതാണ്. ഫുഡ് കോർട്ടിലെ താടിക്കാരൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് സെക്യൂരിറ്റിയും ആ ചെറുപ്പക്കാരനും അവിടെ വന്നിട്ടുണ്ട്. പരസ്പരം അറിയാതെയാണോ അവർ അവിടെ വന്നത്? അയാൾ അവനെ കണ്ടിട്ട് 2 ദിവസമായെന്നും പറയുന്നു. രാജൻ തങ്ങളോട് എന്തെല്ലാമോ മറച്ചു വെക്കുന്നില്ലേ അപ്പോൾ? ഇനി അതല്ല, സായു കണ്ടതും ഫുഡ് കോർട്ടിൽ വന്നതുമായ അയാൾ വേറെ ആരെങ്കിലും? ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെ വിജിക്ക് മുന്നിൽ പ്രത്യക്ഷമായി. ഓരോന്നാലോചിച്ചു കൂട്ടി അവിടെ കിടന്ന് തന്നെ അവൻ നേരം വിളിപ്പിച്ചു. രാവിലെ എണീറ്റ് നേരെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയ സാർത്തിക് കാണുന്നത് ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് കാറ് കഴുകിക്കൊണ്ടിരുന്ന വിജിയെയാണ്. നീ എന്തേ ഇന്ന് എണീക്കാൻ വൈകിയോ? ഓസുകൊണ്ട് മുൻവശത്തെ ഗ്ലാസ് വെള്ളമൊഴിച്ച് വിജി ചോദിച്ചു.
ആ, കുറച്ച്. ഇതെവിടെ പോകുന്നു? വല്ല ഫംഗ്ഷനുണ്ടോ? കാറൊക്കെ കഴുകി. സാർത്തി കയ്യിലുള്ള ചായക്കപ്പ് അവന് നേരെ നീട്ടി. നാട്ടിൽ പോണം. ആഹാ, എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. കുറെ കാലായില്ലേ അമ്മേനെ കാണണം. അതാണ്. അപ്പൊ നിന്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ? അതൊക്കെ കഴിഞ്ഞ് പതിയെ പോയാ പോരെ? പോരാ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. ഉച്ചയ്ക്ക് മുന്നേ തിരിച്ചു വരാനുള്ളതാണ്. അപ്പോഴാണ് സാർത്തിക്കിന് ഇന്നലെ നടന്ന സംഭവങ്ങൾ ഓർമ്മ വന്നത്. എടാ, ആ ഫോട്ടോ? സാർത്തിക് ചോദിച്ചു. അറിയില്ല, ചോദിക്കണം. സാർത്തിക് ഒന്നും മിണ്ടിയില്ല. ഇതിനാണ് അവൻ വീട്ടിൽ പോകുന്നത്. അല്ലാതെ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഒട്ടും സമയമില്ലാത്ത സമയത്ത് ഇത്ര ധൃതി പിടിച്ച് അമ്മേനെ കാണാൻ പോകണോ? അവൻ മനസ്സിൽ പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെയുള്ള പട്ടത്തു നാടാണ് വിജിയുടെ വീട്. അച്ഛൻ രാധാകൃഷ്ണൻ. വിജി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്ട്രോക്ക് വന്ന് മരിച്ചു. അമ്മയും ചേച്ചിയും അളിയനും അവരുടെ 4 വയസ്സുകാരി മിയക്കുഞ്ഞും ഋതുവും ചേർന്ന കൊച്ചു കുടുംബം. ഗേറ്റ് കടന്ന് കാർ ഉള്ളിലോട്ട് കയറ്റി. ശബ്ദം കേട്ട് അമ്മ രേവതി ഉമ്മറത്തേക്ക് വന്നു നോക്കി. അവൻ കാർ സൈഡാക്കി നിർത്തി പുറത്തിറങ്ങി. അയ്യോ വിജി, നീ ഇന്നലെ വിളിച്ചപ്പോൾ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. രേവതി പടിയിറങ്ങി അവന്റെ അടുത്തേക്ക് നടന്നു. മോനെ കണ്ടതിന്റെ സന്തോഷവും അന്താളിപ്പും ഒക്കെ ആ മുഖത്ത് പ്രകടമാണ്. ഞാൻ പിന്നെ ഒരു സർപ്രൈസ് ആക്കാന്ന് കരുതി പറയാതിരുന്നല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അമ്മയുടെ ചുമലിൽ കൈവച്ചു. രണ്ടുപേരും അകത്തേക്ക് കയറി. ഋതു രാവിലെ അമ്പലത്തിൽ പോയതാ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ചായ എടുക്കട്ടെ? ആ, നല്ല വിശപ്പുണ്ട്. ഇന്നെന്താ പ്രാതലിന്? ഇഡലി സാമ്പാറും. നിനക്ക് പറ്റുവോടാ? രേവതി അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. ആഹാ, കൊള്ളാലോ. ഇന്ന് മിക്കവാറും അമ്മയും ഋതുവും പട്ടിണി കിടക്കേണ്ടി വരും. രണ്ടാൾക്കുള്ളതല്ലേ ഉണ്ടാക്കി കാണൂ. വിജി അമ്മയുടെ പുറകെ വന്ന് അടുക്കള തിണ്ണയിൽ കയറിയിരുന്നു. അതായിപ്പോ ഞാനും ആലോചിച്ചേ. രേവതി തവി കൊണ്ട് വിജിയുടെ പുറത്തൊരു തട്ടുകൊടുത്തു. ഒരു പ്ലേറ്റിൽ 4 ഇഡലിയും ചെറിയൊരു പിഞ്ഞാണ പാത്രത്തിൽ കുറച്ച് സാമ്പാറും വിളമ്പി. അതെടുത്ത് ഹാളിലേക്ക് നടക്കാൻ ഒരുങ്ങി. അമ്മ എങ്ങോട്ടാ? ഞാനിവിടെ ഇരുന്ന് കഴിച്ചോളാവേ, ഇങ്ങ് തന്നേക്ക്. രേവതി പ്ലേറ്റ് അവന്റെ നേരെ നീട്ടി. ഇതെന്താ, എനിക്ക് ഇത്രയേ ഉള്ളൂ? അവൻ സംശയത്തോടെ പ്ലേറ്റിലേക്കും അമ്മയുടെ മുഖത്തേക്കും നോക്കി. ആദ്യം അത് തിന്ന്, എന്നിട്ട്. രേവതി പറഞ്ഞു. ഒരു ഇഡലി കഷ്ണം സാമ്പാറിൽ മുക്കി വായിലോട്ട് വെച്ചു. അതിന്റെ സ്വാദ് ആസ്വദിച്ചുകൊണ്ട് അവൻ അമ്മയെ നോക്കി സൂപ്പറെന്ന് കൈകൊണ്ട് കാണിച്ചു. അച്ചൂട്ടൻ രാത്രി വരാറില്ലേ അമ്മേ? അവൻ സന്ധ്യ കഴിഞ്ഞേ വരൂ. പണ്ട് മച്ചിങ്ങാ വണ്ടി ഉരുട്ടിക്കൊണ്ട് നടന്ന ആളൊന്നും അല്ല ഇപ്പോ. അവനങ്ങ് വളർന്നില്ലേ. കുടലപ്പം ഉണ്ടാക്കി കൊടുക്കാഞ്ഞ് തെങ്ങിന്റെ മണ്ടേ കയറിയിരുന്ന് നേരം വെളുപ്പിച്ച പയ്യനാ. രാവിലെ എണീറ്റ് അവൻ തന്നെ ചായട്ട് കുടിക്കും. പിന്നെ രാത്രിയേ വരൂ. അതിനിടയ്ക്ക് ചന്തയിൽ നിന്ന് പച്ചക്കറിയോ മറ്റോ കൊണ്ടു തന്നിട്ട് പോകും. രേവതി പാത്രത്തിലേക്ക് 2 ഇഡലി കൂടെ ഇട്ടുകൊടുത്തു. ഗേറ്റ് അടക്കുന്ന ശബ്ദം കേട്ട് രേവതി ഹാളിലേക്ക് എത്തി നോക്കി. ദേ, ഋതു വന്നല്ലോ. ഒരു ഗോൾഡൻ കളർ കുർത്തിയും പട്യാലയും ഷാളും ധരിച്ച് കയ്യിൽ പ്രസാദവുമായി ഋതു ഉമ്മറത്തേക്ക് കയറി. പുറത്തെ കാറ് കണ്ടപ്പോൾ വിജി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അവൾ ചിരിച്ചുകൊണ്ട് പ്രസാദം അമ്മയ്ക്ക് നേരെ നീട്ടി. ഋതു, വിജി വന്നിട്ടുണ്ട്. ആ, അമ്മ ഭക്ഷണം കഴിച്ചു. അവൾ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് കയറി. നേരെ ചെന്ന് പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നതിനിടെയാണ് തിണ്ണയിലിരിക്കുന്ന വിജിയെ കണ്ടത്. അവൾ ചുമച്ചുകൊണ്ട് കയ്യിലെ ഗ്ലാസ് താഴെ വെച്ചു. പ്രസാദം കൊണ്ടുവന്നില്ലേ? വിജി ചോദിച്ചു. അമ്മയുടെ കയ്യിലുണ്ട്. അവനൊന്ന് മൂളി. എണീറ്റ് കൈ കഴുകി ഹാളിലേക്ക് പോയി. ഋതു അമ്മയ്ക്കും അവൾക്കുമുള്ള ഭക്ഷണം എടുത്ത് മേശയിലേക്ക് കൊണ്ടുവച്ചു. രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. അവർക്കടുത്തായി വിജിയും വന്നിരുന്നു. നിനക്ക് ലീവാണോടാ വിജി? അല്ലമ്മേ, ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലീവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കേസ് മിക്കവാറും വേറെ ആരെങ്കിലും കൈമാറുന്ന ലക്ഷണമാ കാണുന്നത്. അവൻ ചിരിച്ചുകൊണ്ട് 2 ഗ്ലാസുകളിലേക്കും ചായ ഒഴിച്ച് അമ്മയ്ക്കും ഋതുവിനും നേരെ നീക്കിവെച്ചു. അയ്യോ, ഇന്നേ വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. രേവതിക്ക് ആവലാതിയായി. മിസ്സിംഗ് കേസാണ്. 2 കുട്ടികൾ 3 ആഴ്ചയായി. ഒരെത്തും പിടിയും കിട്ടുന്നില്ല അമ്മേ. ചെറിയ കൊച്ചുങ്ങളാണോ മോനെ? അതെ അമ്മേ, നമ്മുടെ സായുവിന്റെ പ്രായമുള്ളൂ. എന്ത് കഷ്ടാലേ. ഇവന്മാർക്കൊന്നും തീരെ ദയില്ലാണ്ടായി പോയാലോ ഈശ്വരാ. ഇത്തിരി പോന്ന കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോവാൻ. നീ വിഷമിക്കാതെ വിജി. 3 ആഴ്ചയിലായുള്ളൂ. പിടിച്ചവനെ കിട്ടിയില്ലേലും ആ കുഞ്ഞുങ്ങൾ എത്രയും വേഗം രക്ഷപ്പെടട്ടെ. പിടിച്ചോണ്ട് പോയവനെ കിട്ടിയാലല്ലേ അമ്മേ കുഞ്ഞുങ്ങൾ എവിടെയെന്ന് അറിയൂ, വിജി പറഞ്ഞു. ഇവരുടെ 2 പേരുടെയും സംസാരം വീക്ഷിച്ചുകൊണ്ട് ഇഡലി ഇറക്കാതെ വായിൽ തന്നെ വെച്ച് അവരെയും നോക്കിയിരിക്കുകയാണ് ഋതു. പെട്ടെന്ന് വിജി നോക്കിയപ്പോൾ അവൾ ചായ എടുത്ത് കുടിച്ച് തൊണ്ട ശരിയാക്കി. ഋതു കുറച്ചു കാലം മുമ്പ് ബാംഗ്ലൂരിലല്ലായിരുന്നോ?
അവിടെ എന്തിനു പോയതായിരുന്നു? അവൾ രേവതിയെ നോക്കി. ആ, അവിടെ ആന്റിയുടെ കൂടെ നിൽക്കാൻ. ഋതു പിന്നെയും അമ്മയെ നോക്കി. അമ്മ എന്താണെന്ന ഭാവത്തിൽ അവളെയും. വെറുതെ പോയതായിരുന്നോ? എന്തേലും പഠിക്കാനോ മറ്റോ? അല്ല, കോഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കി പോയതാണ്. അവിടെ അമ്മാവൻ ഒരു കമ്പനിയെ ജോലി ശരിയാക്കി തന്നിരുന്നു. ഏത് കമ്പനി? അവൾ വീണ്ടും രേവതിയെ നോക്കി കണ്ണു കാണിച്ചു. നീ എന്താടാ ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ അവളുടെ അടുത്ത് പെരുമാറുന്നേ? രേവതി പുരികം പൊക്കി പരിഭവം കാണിച്ചു. പിന്നെ ഞാനെന്താ, പോലീസല്ലേ? അവൻ തിരിച്ചും അതേ പരിഭവം കാണിച്ചു. കല്യാണത്തിന്റെ 6 മാസം മുന്നേലേ അവള് ബാംഗ്ലൂർ പോയത്. അവിടെ ഒരു കമ്പനിയിൽ ജോലി ശരിയായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട്. 4 മാസം കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ എന്തൊക്കെയോ പ്രശ്നം വന്നു. നിങ്ങളുടെ കല്യാണ ആണയിൽ നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഇതൊന്നും നിനക്കറിവില്ലാത്ത കഥയാണോ? രേവതി വിജയ് ഒന്ന് കടുപ്പിച്ചു നോക്കി. പ്ലേറ്റും ഗ്ലാസും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അല്ല, ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിച്ചതല്ലേ. സത്യം പറഞ്ഞാ ഇതൊന്നും വിജിക്ക് ഓർമ്മയില്ല. ബാംഗ്ലൂരിൽ പോയിരുന്നു, പക്ഷേ അവിടെ ജോലിക്ക് കയറിയ കാര്യമൊന്നും അറിയില്ല. ഓർമ്മയില്ല, അതാണ് സത്യം. അമ്മ ചേട്ടന്റെ വീട്ടിൽ പോയി വരാമെന്നും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. തൊട്ടടുത്ത് തന്നെയാണ് വീട്. ഋതു ഉപ്പേരിക്കരിയാനുള്ള പച്ചക്കറി എടുത്ത് മേശക്കരികിൽ വന്നിരുന്നു. ഋതു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ചെറിയ സഹായം. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ആയിക്കോട്ടെ എന്ന് തലയാട്ടി. അവിടെ ഏത് കമ്പനിയിലാണ് നീ ജോലി ചെയ്തിരുന്നത്? എലൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ. നിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവരെ ഓർമ്മയുണ്ടോ നിനക്ക്? ആ, അറിയാം. അബിൻ എന്ന പേരുള്ള ആരെങ്കിലും? അബിൻ? അങ്ങനെ ഒരാളില്ലല്ലോ. ഉറപ്പാണോ? കമ്പനിയിലെ ഒട്ടുമിക്ക പേരെയും എനിക്കറിയാം. ഇനി ഞാൻ കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞല്ലോ. അത് ഒരു തവണ പെട്ടെന്ന് സെയിൽസ് ഒക്കെ കുറഞ്ഞു. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ മോശമായി. കമ്പനി MD-യുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. എംപ്ലോയീസ് ആയിട്ടൊന്നും നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമോ മാനേജ്മെന്റ് പ്ലാനിങ്ങോ ഉണ്ടായിരുന്നില്ല. തന്നിഷ്ടപ്രകാരം എന്ത് വിഡിത്തവും കാണിച്ചു കൂട്ടും. അയാൾക്ക് ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ വേറെയും കമ്പനിയുമായും പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ എലൈറ്റ് നടത്തുന്നത് മൂർത്തി ഗ്രൂപ്പാണ്. അയാളുടെ പേരെന്താണ്? അശോക് മിത്ര. അയാളുടെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? വൈഫ് എയർ ഇന്ത്യയിൽ എംപ്ലോയി ആണ്. ഒരു മകനുണ്ട്. അവനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമൊക്കെ എന്ന് കേട്ടിട്ടുണ്ട്. നീ അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കുറച്ചുകാലം കമ്പനി ജോലി ചെയ്തിരുന്നു. മാനേജ് മീറ്റിംഗിൽ ഒന്നും കാണാറില്ല. അശോകും മിശ്രയും മകനും തമ്മിൽ എന്താണ് പ്രശ്നം? അതെനിക്കറിഞ്ഞൂടാ. അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവന്റെ പേരറിയാമോ? ധ്യാൻ മിശ്ര. അങ്ങനെയാ അവിടെ എല്ലാരും പറയാറ്. അന്ന് കൂടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ ഫോൺ നമ്പർ കയ്യിലുണ്ടോ? ആ, കുറച്ചുപേരുടെയൊക്കെ ഉണ്ട്. പലതും ഫോൺ ഫോർമാറ്റ് ചെയ്തപ്പോൾ മിസ്സായി. ആ നമ്പർ ഒന്ന് അയച്ചു തരണം. ഓക്കെ. നീ ആന്റിയുടെ കൂടെ തന്നെയായിരുന്നു താമസം? അതെ. ഇതൊക്കെ നിനക്കറിയാവുന്നതല്ലേ വിജി? ആ. വിജി പിന്നെ കൂടുതൽ ഓരോന്നും ചോദിച്ച് കുഴപ്പമുണ്ടാക്കാൻ നിന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ വീട്ടിൽ വരുന്നത് നന്നേ കുറവാണ്. കുറെ കാലമായിട്ട് ഇന്നാണ് ഋതു വിജയുമായി കുറച്ചധികം സമയം സംസാരിച്ചത്. കേസിന്റെ ആവശ്യത്തിനാണെങ്കിൽ പോലും അവൾക്കതിൽ ഇത്തിരിയെങ്കിലും സന്തോഷം തോന്നാതിരുന്നില്ല. അപ്പോഴേക്കും അമ്മ തിരികെ വന്നു. അമ്മ, ഞാൻ ഇറങ്ങുക. 10 മണി കഴിഞ്ഞു. ഇത്ര നേരത്തെയോ? നിന്റെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞോ? ഒന്ന് പോവമ്മ. ഞാൻ അതൊക്കെ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതല്ലേ. തമാശയൊക്കെ കൊള്ളാം. അടുത്ത മാസമാ അച്ഛന്റെ സമാധി ദിവസം. അന്നെങ്കിലും നിനക്ക് ഇത്തിരി നേരം ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? രേവതി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും ഉള്ളിൽ നല്ല വിഷമം ഉണ്ടെന്ന് വിജിക്ക് തോന്നി. അടുത്ത മാസം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ കാണും, പോരെ? ആണെങ്കിൽ നിനക്ക് കൊള്ളാം. രേവതി കയ്യിലുള്ള കവർ അവന് കൊടുത്തു. പേരയ്ക്കയാ. നിനക്ക് വേണ്ടി സാർത്തിക്ക് കൊടുത്തേക്ക്. നല്ല ഫ്രഷ് സാധന. ചേട്ടൻ ഇപ്പൊ പൊട്ടിച്ചു തന്നേ ഉള്ളൂ. ആഹാ, കൊള്ളാം. ഇത് കിട്ടിയാ പിന്നെ സാർത്തി ഹാപ്പിയായി. അവൻ കവർ വാങ്ങി പുറത്തിറങ്ങി ഗേറ്റ് തുറന്നു വെച്ചു. അപ്പൊ ശരി. ഋതു, ഫോൺ ഓഫാക്കി വെച്ചേക്കല്ലേ. പോലീസുകാരനാണ്, എപ്പോ വേണേലും വിളിച്ച് ചോദ്യം ചെയ്യും. അവൻ ഋതുവിനെ കണ്ണിറുക്കി കാണിച്ചു. അവൾ അമ്മയെ നോക്കി. രണ്ടുപേരും പരസ്പരം പുഞ്ചിരിച്ചു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് രഞ്ജിത്തിന്റെ കോള് വന്നത്. ഹലോ സർ, ഇന്നലെ സായുജ് കണ്ട ആളല്ല നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി. ചായ ഗ്ലാസ്സിലെയും കർച്ചീഫിലെയും ഫിംഗർ പ്രിന്റ്സ് രണ്ടും രണ്ടാണ്. ഓക്കെ, ഗുഡ് രഞ്ജിത്ത്. ഞാൻ നിനക്ക് കുറച്ച് ഫോൺ നമ്പർ സെൻഡ് ചെയ്തു തരാം. അതിലെ ഡീറ്റെയിൽസ് പരിശോധിക്കണം. യെസ് സർ. അവൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് തന്നെ ഫോളോ ചെയ്ത് പുറകിൽ വരുന്ന ബുള്ളറ്റ് ശ്രദ്ധിച്ചത്. സാർത്തിക്കാണല്ലോ. ഇവനെന്തു പറ്റി?
ഇനി എന്റെ കയ്യിൽ പേരക്കുള്ള കാര്യം അമ്മ വിളിച്ചു പറഞ്ഞ് കാണുമോ? വിജി വണ്ടി സ്പീഡ് കുറച്ച് സൈഡാക്കി നിർത്തി. പിറകെ സാർത്ഥിക്കും. അവൻ ബുള്ളറ്റിൽ നിന്ന് ചാടിയിറങ്ങി. അവന്റെ മുഖമാകെ ചുവന്നിരിക്കുന്നു. വെപ്രാളവും പരിഭ്രമവും കൊണ്ട് അവൻ കാറിന്റെ ഡോർ പിടിച്ചു വലിച്ചു. എന്താണ് സാർത്ഥി കാണിക്കുന്നത്? എന്തു പറ്റിയടാ? വിജി ഡോർ തുറന്ന് പുറത്തിറങ്ങി. അവന്റെ ചുമലിൽ പിടിച്ചു കുലുക്കി. എടാ, സായുവിനെ കാണുന്നില്ല. അവനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. കീയെടുക്കാൻ മറന്നപ്പോ റൂമിലോട്ട് കയറി. പിന്നെ അവനെ കാണുന്നില്ല. എനിക്ക് പേടിയാവുന്നു വിജി. സാർത്ഥി കിതച്ചുകൊണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞൊപ്പിച്ചു. നീ അവിടെയൊക്കെ നോക്കിയോ? ഫ്ലാറ്റിന്റെ പിറകുവശത്തൊക്കെ? ആ, അവിടെ ഒന്നുമില്ലടാ. അവന്റെ കൂടെയുള്ളവരൊക്കെ സ്കൂൾ ബസ്സിൽ പോയി. അവനെന്നോട് ഒരുപാട് പറഞ്ഞതാടാ ഇന്ന് സ്കൂളിൽ പോണില്ലാന്ന്. എടാ, അവനെന്തേലും പറ്റി കാണുമോ? ഒന്ന് അടങ്ങന്റെ സാർത്ഥി. നീ വണ്ടിയിലോട്ട് കയറി, നമുക്ക് അന്വേഷിക്കാം. വിജി ഉടൻ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. സാർത്ഥി കാറിന്റെ വിൻഡോ ഗ്ലാസിൽ കൈവച്ച് കണ്ണെടുക്കാതെ പുറത്തേക്ക് തിടുക്കത്തോടെ നോക്കിയിരിക്കുകയാണ്. ദേവിജി, അവിടെ ഒരു കുട്ടി. വണ്ടി നിർത്തൂ, വേഗം. ബീച്ച് റോഡിലെത്തിയപ്പോൾ സാർത്ഥിക് പുറത്ത് ആരെയോ കണ്ട് ഒച്ചവെച്ചു. വിജി കാർ വഴിയരികിൽ ചേർത്ത് നിർത്തി. നിർത്തിയപാടെ സാർത്ഥിക് വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. പുറകെ വിജിയും. രണ്ടുപേരും രണ്ടു വഴിക്കായി ഓടി നടന്നു. അതിവിശാലമായ കടൽ തീരം, അറ്റമില്ലാതെ കിടക്കുന്ന കടൽ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. സാർത്ഥിക് തളർന്ന് അടുത്തുള്ളൊരു ബെഞ്ചിലിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പാറായി. പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു. വിജിയാണ്. ഡാ, നീ പെട്ടെന്ന് ആർക്കി സ്റ്റോറിനടുത്തേക്ക് വാ, വേഗം. സാർത്ഥിക് ആള് കട്ട് ചെയ്യാൻ പോലും നിൽക്കാതെ നേരെ വലത്തുവശത്തേക്ക് ഓടി. അവിടെ നിലത്ത് വിജി ഒരുത്തന്റെ കഴുത്ത് കുത്തിപ്പിടിച്ച് മുട്ടുകാലിൽ ഇരുത്തിയിരിക്കുന്നു. സായുജ് ഒരു ഐസ്ക്രീമും കയ്യിൽ പിടിച്ച് അവനരികെ നിൽക്കുന്നു. സാർത്ഥിക് ഓടി വന്ന് സായുവിനെ കെട്ടിപ്പിടിച്ചു. അവൻ മുട്ടുകുത്തിയിരിക്കുന്ന ആളെ നോക്കി. ഓവർകോട്ടും ക്യാപ്പും ധരിച്ച്. സായു അന്ന് പറഞ്ഞ പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ഇയാളെ എവിടെയോ, അതെ, നല്ല പരിചയമുള്ള മുഖം. ഇതവൻ തന്നെ. 9 വർഷങ്ങൾക്ക് മുമ്പ്. സാർത്ഥിക് കാലുകൊണ്ട് അവനെ ചവിട്ടി മണലിലേക്ക് വീഴ്ത്തി. വിജയെ തള്ളി മാറ്റി അയാളുടെ നെഞ്ചത്തേക്ക് കയറിയിരുന്നു. സാർത്ഥിക് അവന്റെ നെഞ്ചിൽ മുഷ്ടി ചുരുട്ടി ശക്തിയായി ഇടിച്ചു. അയാൾ വേദന കൊണ്ട് മുകളിലേക്ക് ഉയർന്ന് അവന്റെ കയ്യിൽ പിടിച്ച് പുറകോട്ട് തള്ളാൻ ശ്രമിച്ചു. നീ ഇപ്പോ പിള്ളേര് പിടുത്തം തുടങ്ങിയല്ലേടാ? സാർത്ഥിക് അവന്റെ ദേഹത്തൊന്നുകൂടെ അമർന്നിരുന്നു. ഇങ്ങനെ പോയാൽ നിലത്ത് കിടക്കുന്നവൻ ശവമാകുമെന്ന് തോന്നി. വിജി സാർത്ഥിയെ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റി. അയാൾ വയറ്റിൽ കൈവച്ച് കിതച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കാൻ നോക്കി. അവശനായി മണലിലേക്ക് തന്നെ മലർന്നു വീണു. സായു ജോടി വന്ന് അയാളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് കയ്യിൽ പിടിച്ച് എണീപ്പിച്ചിരുത്തി. എന്തു പണിയാ ചേട്ടായി കാണിച്ചേ? കഷ്ടായിപ്പോയി. ഒന്നുമില്ലേലും നിങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? അവൻ മുഖം വീർപ്പിച്ച് അവരെ രണ്ടുപേരെയും തുറച്ചു നോക്കി. നിലത്തിരിക്കുന്നയാളുടെ ഷർട്ടിലെ മണലൊക്കെ കൈകൊണ്ട് തട്ടിക്കൊടുത്തു. വിജിയും സാർത്ഥിക്കും അവനെ അത്ഭുതത്തോടെ നോക്കി. ഓ, ഈ കൊച്ചിനുള്ളത്ര നന്ദി പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോടാ. അയാൾ നെഞ്ചിൽ തടവി. 2 കൈപ്പത്തിയും നിലത്തുകുത്തി പിറകിലേക്ക് വളഞ്ഞിരുന്നു. പിന്നെ നിന്നെ വിളിച്ചുകൊണ്ടുപോയി ബിരിയാണി വാങ്ങിത്തരണോ? സാർത്ഥിക്ക് വീണ്ടും ദേഷ്യപ്പെട്ട് അയാൾക്ക് നേരെ ചാടി വീണു. ബിരിയാണിയൊന്നും വേണ്ട, ഇത്തിരി വെള്ളം തരൂ. അവന് വെള്ളം വേണം പോലും. ഈ കുട്ടിയൊക്കെ നീ എന്തോ കാണിക്കാനാടാ പിടിച്ചോണ്ട് പോകുന്നത്? സാർത്ഥിക്ക് പിന്നെയും അയാളെ മെക്കിട്ട് കയറി. ഏത് കുട്ടികളെ? എടാ, ഞാൻ ചുമ്മാ തമാശയ്ക്ക് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഇവനെയും കൂട്ടി വന്നത്. അയാൾ അവരെ രണ്ടുപേരെയും അന്തം വിട്ട് നോക്കിയിരുന്നു. പിന്നെ സ്വന്തം തലയിൽ ആഞ്ഞടിച്ചു. ഏത് നേരത്താണാവോ നിങ്ങളെയൊക്കെ ഞെട്ടിച്ച് പണ്ടാരടക്കാനെന്ന് കരുതി കുറ്റിയും പറിച്ച് വന്നിട്ടിപ്പോ? വേണ്ടടാ, നീയൊക്കെ ചേർന്ന് എന്നെ പിള്ളേര് പിടുത്തക്കാരനാക്കിയല്ലോ. തൃപ്തിയായി. അവൻ എണീറ്റ് നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലിടറി നിലത്തേക്ക് തന്നെ വീഴാനാഞ്ഞു. അപ്പോഴേക്ക് വിജി തന്റെ കൈകൾ കൊണ്ട് അവനെ ബലമായി പിടിച്ചു നിർത്തി. എന്റെ പൊന്നു സാർത്ഥി, നീ വിചാരിക്കും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഈ പൊട്ടനെന്താ അബദ്ധം പറ്റിയതാ. ഉബൈദ് പണ്ടത്തെ ഉബൈദ് തന്നെ. വിജി ചിരിച്ചുകൊണ്ട് അയാളെയും താങ്ങി അടുത്തുള്ള ബെഞ്ചിലേക്കിരുത്തി. പെട്ടെന്ന് വിജിയുടെ ഫോൺ റിങ് ചെയ്തു. നിങ്ങൾ നേരെ ഫ്ലാറ്റിലോട്ട് ചെല്ല്, ഞാൻ പോകുന്നു. ഡാ സാർത്ഥി, അവനെ വെറുതെ വിട്ടേര്. ഒന്ന് ക്ഷമിച്ചേക്ക്. ഒന്നുമില്ലേ, പണ്ട് വാപ്പന്റെ തല്ലും വാങ്ങിക്കൂട്ടി ഒരുപാട് തവണ പേരൊക്കെ പറിച്ചുകൊണ്ട് തന്ന ആളല്ലേ. ഒന്ന് ക്ഷമിച്ചേക്ക്. അവൻ അതും പറഞ്ഞ് ഫോൺ ചെവിയിൽ വെച്ച് നേരെ കാറിനടുത്തേക്ക് ചെന്നു. സാർത്ഥിക്ക് അവന്റെ അടുത്ത് വന്നിരുന്നു. തോളിലൂടെ കൈയിട്ട് അവനെ നോക്കി ഇളിച്ചുകാട്ടി. നിനക്ക് ഇപ്പോഴെങ്കിലും ഞങ്ങളെയൊക്കെ ഒന്ന് കാണാൻ തോന്നിയല്ലോടാ. എന്തിനായിരുന്നു കണ്ടിട്ട്? ഇങ്ങനെ ഇടിച്ച് ആളെ മയ്യത്താക്കാനോ? എന്റെ ഉബി,
എന്നാലും ഞാൻ നിന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു പോയല്ലോടാ. ഒന്ന് പോയടാ. അന്ന് ഞാൻ ഫ്ലാറ്റിൽ വന്നിരുന്നു. സായുജനെ മാത്രം കണ്ട് നിങ്ങളുടെ വിശേഷമൊക്കെ തിരക്കി മെല്ലെ സ്കൂട്ടാവാമെന്ന് കരുതി. പക്ഷെ അപ്പോഴേക്ക് നിങ്ങൾ വന്ന് ചളമാക്കിയില്ലേ. സാരഥി താടിക്ക് കൈകൊടുത്ത് അവനെ നോക്കി ചിരിച്ചു. സായുജും അവരുടെ കൂടെ വന്നിരുന്നു. ബെസ്റ്റ്, വല്ല ആവശ്യമുണ്ടായിരുന്നോ? കുറെ മേടിച്ചു കൂട്ടിയപ്പോൾ സന്തോഷായില്ലേ? ഓ, എനിക്ക് സന്തോഷായി. പിന്നെ നമ്മൾ പണ്ട് പാറമേട്ടിൽ നിന്ന് പറക്കിയ വെള്ളാരങ്കൽ ഓർമ്മയുണ്ടോ? അത് ഞാൻ ഇവന്റെ കയ്യിൽ കൊടുക്കാന്ന് കരുതി. ഞാനാണ് വന്നതെന്ന് ഒരു ചെറിയ ക്ലൂ പറഞ്ഞിട്ടെന്താ, ഒക്കെ ചീറ്റിപ്പോയി. എടാ, നീ അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കാണോ? അതിനാണോ ഇവൻ ഗോട്ടിന്ന് പറഞ്ഞത്? സാർത്തി സായുവിനെ നോക്കി പൊട്ടിച്ചിരിച്ചു. അവർ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ ചെലവഴിച്ചു. ശേഷം സാർത്തിക്കിന്റെ ഫ്ലാറ്റിലേക്ക് പോയി. സാർത്തി, ഉബി, വിജി, 10ാം ക്ലാസ്സിൽ വെച്ച് നിലച്ചുപോയ സൗഹൃദം. ഉബൈദ്, ചായക്കടക്കാരൻ വാപ്പയുടെ കണ്ണിലുണ്ണിയായ പുത്രൻ. രാവിലെ സ്കൂളിലെത്തും മുന്നേ തന്നെ കൊണ്ട് കഴിയും പോലെ പൊറോട്ടയടിച്ച് വാപ്പയെ സഹായിക്കും. പൊറോട്ടയും ബീഫും തിന്ന് കുരുത്തു വന്ന ശരീരം. സ്കൂളിൽ മാഷിമാരുടെ മിടുക്കനായ വിദ്യാർത്ഥി. പറഞ്ഞിട്ടെന്താ, കൂട്ടുകാർക്കിടയിൽ ഇതാണ് അവസ്ഥ. തരം കിട്ടിയാൽ പാവത്തിനെ എടുത്ത് പഞ്ഞിക്കിടും. വാപ്പ ഉബി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു. സങ്കടം സഹിക്കവയ്യാതെ അവൻ നാടുവിട്ടു. ഇവിടെ തനിക്കെന്ന് പറയാൻ ആകെയുള്ളത് വിജിയും സാർദിയും. അവരോടൊന്നും പറയാതെ അവൻ ബോംബെക്ക് വണ്ടി കയറി. നല്ല പ്രായത്തിൽ തെരുവ് മുതലാളിമാരുടെ അധികാരത്തിന് കീഴെ തേഞ്ഞു തീർന്ന ജീവിതം. അവനെ വിളിച്ചുകൊണ്ട് വരാൻ സാർദിക്കും വിജിയും ആവത് ശ്രമിച്ചിട്ടും അവന് ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലുമില്ലായിരുന്നു. ഇവനെയാണ് ഇവന്മാരെല്ലാവരും കൂടെ കയറി സംശയിച്ചത്. 7 അടി പൊക്കത്തിൽ കോട്ടും ക്യാപ്പും ധരിച്ച സുന്ദരനായ യുവാവ്. പോരാത്തതിന് ചായ ക്ലാസ്സിലെ ഫിംഗർ പ്രിന്റും എടുത്തു. പാവത്തിന് ഏറുമാടം പോയിട്ട് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയോ ആവൂ? പറയാൻ പറ്റില്ല, മനുഷ്യന്മാരുടെ കാര്യമല്ലേ. ബോംബെയിലൊക്കെ പോയി മുരടിച്ച ജീവിതമാണ്. വിജി സ്റ്റേഷനിലെത്തി. അവിടെ രജിത്ത് വിജി നൽകിയ ഫോൺ നമ്പറുകളുടെ ഡീറ്റെയിൽസ് എല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. 11 ഫോൺ നമ്പേഴ്സ്. അതിൽ ഉപയോക്താക്കളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇൻഫർമേഷൻസ്, പേര്, ലൊക്കേഷൻ, അഡ്രസ്, നെറ്റ്വർക്ക് ഓപ്പറേറ്റർ, സെർച്ച് ഹിസ്റ്ററി അടക്കം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അബിൻ. വിജി അതിലൊരു നമ്പറിന്മേൽ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു. പിന്നെ ഫോണെടുത്ത് ഋതു അയച്ചു തന്ന നമ്പറുകൾ പരിശോധിച്ചു. ആ നമ്പർ ഋതു വിനോദ് എന്ന പേരിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. അവനുടനെ ഋതുവിനെ ഫോണിൽ വിളിച്ച് കുറച്ചുനേരം സംസാരിച്ചു. സർ, ഈ നമ്പർ കഴിഞ്ഞ 96 മണിക്കൂറുകളായി സ്വിച്ച് ഓഫ് ആയിട്ട്. ആക്റ്റീവായ സമയത്തുള്ള ലാസ്റ്റ് ലൊക്കേഷൻ നോക്കൂ സർ. രജിത്ത് വിജിക്ക് നേരെ കമ്പ്യൂട്ടർ തിരിച്ചു വെച്ചു. കരിങ്കാലി വില്ലേജ്. അതെ, 4 ദിവസമായി ഫോൺ ഓഫായിട്ട്. അയാളെ സെക്യൂരിറ്റി രാജ്യം കണ്ടിട്ട് ഇന്നേക്ക് 5ാമത്തെ ദിവസം. ഈ ദിവസത്തിനിടയ്ക്ക് അവൻ കരിങ്കാലിയിൽ വരാനിടയില്ല. വന്നാൽ തീർച്ചയായും രാജനെ കാണാതെ പോവില്ല. ഈ ഭൂമിയിൽ അവനെ അറിഞ്ഞത് അയാൾ മാത്രമാണ്. അപ്പോഴാണ് ഋതു വിജിയുടെ ഫോണിലേക്ക് വിനോദിന്റെ അഡ്രസ്സ് അയക്കുന്നത്. അവർ ഉടനെ തന്നെ അഡ്രസ്സ് തേടി പുറപ്പെട്ടു. വൈകുന്നേരം 5 മണിയോടടുത്ത് അവർ പാലക്കാട്ടെത്തി. അധികം തിരക്കും ബഹളവുമില്ലാത്ത കൊച്ചു നഗരം. അടുത്ത് കണ്ട കോഫി ഷോപ്പിൽ വണ്ടി നിർത്തി. ഒരു ചായയും കുടിച്ച് തങ്ങളന്വേഷിക്കുന്ന വീടും സ്ഥലവും ചോദിച്ചറിഞ്ഞു. അടുത്തടുത്തായി ഒരുപോലെ തോന്നിക്കുന്ന കൊച്ചു കൊച്ചു പാർപ്പിടങ്ങൾ. സൂര്യാസ്തമയത്തിന് മുന്നേ കളിച്ചു തിമിർക്കാനുള്ള തന്ത്രപ്പാടിൽ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെയിടെയുമായി ഓടിക്കളിക്കുന്നു. വിജി A24 എന്നെഴുതിയ വീടിന് മുന്നിൽ വന്ന് നിന്ന് ചുറ്റും നോക്കി. അവരെ കണ്ടിട്ടാവണം കുട്ടിക്കൂട്ടങ്ങളിൽ നിന്ന് മെലിഞ്ഞു വെളുത്ത് സുന്ദരിയായ കൊച്ചു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ആരാ? ഇച്ചായൻ ഇവിടെ ഇല്ലല്ലോ. കുട്ടി വിജിയുടെ മുഖത്ത് നോക്കി. ഉമ്മറത്തേക്ക് കയറി നിന്നു. അവിടെ ആരാ മാളു? അകത്തു നിന്ന് നേർത്ത സ്ത്രീ ശബ്ദം. അറിയില്ല അമ്മച്ചി, കുട്ടി പറഞ്ഞു. ഞങ്ങൾ വിനോദിന്റെ കൂട്ടുകാരാണ്. അവൻ എവിടെ പോയതാ? വിജി പെൺകുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു. ഇച്ചായൻ കമ്പനിയിൽ പോയി. ചേട്ടന്മാര് ബാംഗ്ലൂരിലെ ഫ്രണ്ട്സ് ആണോ? അല്ലല്ലോ, അവന്റെ കൂടെ ഹൈസ്കൂൾ പഠിച്ചതാണ്. ഒത്തിരി കാലായി കണ്ടിട്ട്. വിജി രജിത്തിനെ നോക്കി കണ്ണിറുക്കി. ഓ, ഞാൻ കരുതി അവിടുത്തെ ആവൂന്ന്. ഇങ്ങോട്ട് കയറിയിരുന്നോ? ഇച്ചായൻ വരാൻ കുറച്ചുകൂടി സമയമാകും. അപ്പോഴേക്കും അതിഥികളെ കണ്ട് കുട്ടികളൊക്കെ ഉമ്മറത്ത് കൂടിയിരുന്നു. വിജിയും രജിത്തും അകത്ത് കയറി തിണ്ണയിലിരുന്നു. പെൺകുട്ടി അകത്തേക്ക് പോയി. കൂടി നിന്ന കുട്ടികളൊക്കെ അവരെ നോക്കി ചിരിക്കുകയും പരസ്പരം എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട്. വിജി അവരോടൊക്കെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി 2 ഗ്ലാസ്സിൽ നാരങ്ങാ വെള്ളവുമായി വന്നു. അവർക്ക് നേരെ നീട്ടി.
വിജി അത്ഭുതത്തോടെ അവളെ നോക്കി. സായുവിനേക്കാളും 1 വയസ്സ് കൂടുതൽ കാണും. ഋതു പറഞ്ഞ് അവിടുത്തെ അവസ്ഥ അവന് നേരത്തെ അറിയാമായിരുന്നു. അമ്മ തളർവാദം വന്ന് കിടപ്പാണ്. അച്ഛൻ നേരത്തെ മരിച്ചു. പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വിനോദാണ്. മോൾ എത്രയിലാ സ്കൂളിൽ? 5th. അവൾ അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി. നിങ്ങള് അമ്മച്ചിയെ കാണുന്നില്ലേ? പെൺകുട്ടി ചോദിച്ചു. ചേട്ടൻ വരട്ടെ, വിജി പറഞ്ഞു. അവൾ പിന്നെയും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ ഓടിക്കിതച്ചു വരുന്നത്. വിനോദ്. പെട്ടെന്ന് ഉമ്മറത്തിരിക്കുന്ന വിജിയെ കണ്ടപ്പോൾ അവൻ ഒരു നിശ്വാസത്തോടെ ചുമരിൽ ചാരി നിലത്തിരുന്നു. അയ്യോ, എന്നാ പറ്റി ചായ? ഒന്നുമില്ല, മാള് പോയി വെള്ളം എടുത്തോണ്ട് വാ. അവൾ ഓടി അകത്തേക്ക് പോയി. അവൻ വിജയെ നോക്കി പുഞ്ചിരിച്ചു. സോറി സർ, ഞാൻ പെട്ടെന്ന് ഓടിത്തളർന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. വിനോദ് നിലത്ത് നിന്ന് എഴുന്നേറ്റു. സാറിനെങ്ങനെ മനസ്സിലായി? രജിത്ത് ചോദിച്ചു. ഋതികയുടെ ഹസ്ബൻഡ് അല്ലേ? എനിക്ക് പരിചയമുണ്ട്. ഞാൻ കല്യാണത്തിനൊക്കെ വന്നിരുന്നു. വിജിക്ക് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും തന്നെ ഉണ്ടായില്ല. ഇയാളെന്തിനാ വെപ്രാളപ്പെട്ട് ഓടി വന്നത്? വിജി ചോദിച്ചു. ഞാൻ ഇറങ്ങാൻ നേരത്ത് ആരോ ഇവിടെ 2 പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സുഖമില്ലാത്ത അമ്മയും പ്രായം തികയാത്തൊരു കൊച്ചു പെങ്ങളുമാ. ഉള്ളിൽ ആദ്യാ സാറേ, നിവർത്തിയേട് കൊണ്ടാ ഇവരെ തനിച്ചാക്കി പോകുന്നത്. പിന്നെ അയൽവാസികളൊക്കെ നമ്മളെപ്പോലെ തന്നെ സ്നേഹമുള്ളവരാ. അതാണൊരാശ്വാസം. അയാൾ പെൺകുട്ടി നീട്ടിയ ജഗ് തൊണ്ടയിലോട്ട് കമഴ്ത്തി. അത് തിരികെ വാങ്ങി അവൾ അകത്തേക്ക് കയറിപ്പോയി. നിങ്ങളെവിടെയാ ജോലി ചെയ്യുന്നത്? ഇവിടെ ചരക്ക് സാധനങ്ങൾ വരുന്നൊരു ഗോഡൌൺ ഉണ്ട്. അവിടുത്തെ കണക്കൊക്കെ നോക്കുന്നത് ഞാനാണ്. ഞായറാഴ്ച പെയിന്റ് പണിക്ക് പോകും. അല്ല, സാറുമാര് വന്നത്? അയാൾ സംശയത്തോടെ വിജയെ നോക്കി. ഒരാളെക്കുറിച്ച് അറിയാനാണ്. നിങ്ങളുടെ പഴയ ഫോൺ നമ്പർ ആരുടേതാണ്? ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് എൻ്റെ ഫോൺ മിസ്സായി. അന്നൊരു കൂട്ടുകാരൻ തന്ന സിമ്മാണ് സർ. കൂട്ടുകാരൻ്റെ പേര് ധ്യാൻ, കമ്പനി MD-യുടെ മകൻ. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് പരിചയമുണ്ടോ? ഇല്ല, ഫോണിലൂടെ മാത്രമുള്ള പരിചയം. അവനെന്നെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല. അതെങ്ങനെ? ധ്യാന കമ്പനിയിൽ തന്നെ 4 മാസം ജോലി ചെയ്തിട്ടില്ലേ? അതിനിടയ്ക്ക് നിങ്ങൾ ഒരു തവണ പോലും കണ്ടിട്ടില്ലേ? ഞാൻ മാത്രമല്ല സർ, അവിടെയുള്ള ആരും അവനെ കണ്ടിട്ടില്ല. ആരുമായും കൂട്ടുകൂടാനുള്ള അനുവാദം അവനുണ്ടായിരുന്നില്ല. അവന് പ്രത്യേകമായി സജ്ജീകരിച്ച ഓഫീസ് റൂം. അവൻ്റേതല്ലാത്ത കാരണത്താൽ ചെയ്തുപോയ തെറ്റിന് അവന്റെ അച്ഛൻ നൽകിയ ശിക്ഷ. പക്ഷേ അവനെല്ലാവരെയും അറിയാമായിരുന്നു. കമ്പനിയിലെ മുഴുവൻ പേരുടെയും ഡീറ്റെയിൽസ് അവന്റെ കൈപ്പിടിയിലുണ്ടല്ലോ. പേഴ്സണൽ ഇൻഫർമേഷൻസ് അടക്കം എല്ലാം അവന് മനഃപ്പാടമാണ്. അന്ന് ഫോൺ മിസ്സായ ദിവസമാണ് എൻ്റെ മാളൂട്ടിക്ക് വയ്യാതായത്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മാത്രം അറിഞ്ഞു. കൂടെയുള്ളയാളുടെ ഫോണിൽ നിന്ന് വിളിച്ചന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സർജറി വേണം. 1.5 ലക്ഷം രൂപ. വർഷങ്ങളായി കിടപ്പിലായ അമ്മ തന്നെ ഇങ്ങനെ ആയത് കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടാഞ്ഞിട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. എങ്ങനെയും പൈസ സംഘടിപ്പിച്ച് ഇരുട്ട് മുന്നേ നാട്ടിലേക്ക് അയച്ചു കൊടുക്കണം. പെൻഡിങ്ങിൽ കിടന്നിരുന്ന സാലറി തുകയുണ്ടായിരുന്നു. അതായിരുന്നു പ്രതീക്ഷ. പക്ഷെ അതെല്ലാം നേരത്തെ തന്നതായി കമ്പനി പറഞ്ഞു. കള്ളത്തെളിവുകളും നിരത്തി. കയ്യിലുള്ളതും കടം വാങ്ങിച്ചതും ആകെ 30,000 രൂപയുണ്ട്. അതപ്പോ തന്നെ നാട്ടിലേക്ക് അയച്ചു. ബാക്കി വരുന്നത് എന്തു ചെയ്യുമെന്നാലോചിച്ച് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് റൂമിലെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് ഒരു കോള് വരുന്നത്. ധ്യാൻ മിശ്ര, MD-യുടെ മകൻ. അവൻ എന്നോട് റൂമിന് ഓപ്പോസിറ്റുള്ള കടയിൽ ചെന്ന് ധ്യാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയാൻ പറഞ്ഞു. കടയുടമ എനിക്ക് ഒരു മൊബൈൽ ഫോണും സിമ്മും തന്നു. അതിനി മുതൽ എന്നോട് ഉപയോഗിക്കാനും പറഞ്ഞു. ആ നമ്പർ രജിസ്റ്റർ ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 ലക്ഷത്തോളം രൂപ ഉടനെ തന്നെ ക്രെഡിറ്റ് ആയി. മെസ്സേജ് വന്ന ഉടനെ അവൻ വീണ്ടും വിളിച്ചു. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പൈസ അയക്കാൻ നിർബന്ധിച്ചു. ഇത്രയും വലിയ തുക തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഒത്തിരി സമയം വേണ്ടിവരും. അതുകൊണ്ട് ഞാൻ സ്വയമേ പിന്മാറാൻ നോക്കിയെങ്കിലും ഇത് തിരിച്ചു തരണ്ട, ദൈവം അയച്ചു തന്നതാണെന്ന് കരുതിയാൽ മതിയെന്ന് പറഞ്ഞ് ഫോൺ കട്ടായി. പിന്നെ കുറേ മാസം കഴിഞ്ഞാണ് ഞാൻ പുതിയ നമ്പർ എടുത്തത്. അവൻ പറഞ്ഞതുപോലെ പുതിയ സിം എടുത്തതിന് ശേഷം സിമ്മും ഫോണും ആ കടയിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു. അന്ന് പൈസ അയച്ചതിന് ശേഷം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലേ? ഓ, ഒരുപാട്. അവൻ ഇടയ്ക്ക് വിളിക്കും, വിശേഷങ്ങൾ ചോദിക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായി. ഞാൻ ഒരുപാട് തവണ നേരിൽ കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ സമ്മതിക്കില്ല. അവനുമായി ഇത്തരത്തിലൊരു ബന്ധമുള്ളതായി കമ്പനിയിൽ വേറെ ആരും അറിയരുതെന്ന് അവൻ നിർബന്ധം പിടിച്ചു. ഞാനായിട്ട് അതിനെ എതിർത്തില്ല. അച്ഛനോട് ദേഷ്യമാണ് അവന്. അടക്കാൻ കഴിയാത്ത പക. നന്നായി മദ്യപിക്കുമായിരുന്നു.
കുറെ ഉപദേശിച്ചു നോക്കി. ഒന്നും വിലപ്പോയില്ല. ചില സമയത്ത് ഫോൺ ചെയ്താൽ ലക്ക് കെട്ടാണ് സംസാരിക്കുക. അപ്പോൾ എല്ലാവരെയും ശപിക്കും, തെറി വിളിക്കും. ജീവിതം മടുത്ത് മരിക്കാൻ പോവാണെന്നൊക്കെ പറയും. തന്റെ നാശത്തിന് ഉത്തരവാദി തന്റെ പാരൻസ് ആണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഇങ്ങനെയൊക്കെയാണേലും അവനൊരു പാവ. ആരെയും തമാശയ്ക്ക് പോലും വിഷമിപ്പിക്കില്ല. എല്ലാവരോടും നിറഞ്ഞ സ്നേഹം മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ വലിയ കാര്യമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പോന്നതിന് ശേഷം പിന്നെ ധ്യാൻ വിളിച്ചിട്ടൊന്നുമില്ലേ? ഇല്ല, അവന്റെ നമ്പർ നിലവിലില്ല. ഞാൻ ഉപയോഗിച്ചിരുന്ന നമ്പർ വിളിക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. മാളൂട്ടിക്ക് അവനെ കാണാൻ വലിയ ആഗ്രഹമാണ്. ആരേലും വന്നാൽ ബാംഗ്ലൂരിലെ കൂട്ടുകാരാണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞിട്ട് അവനെക്കുറിച്ച് എല്ലാം അറിയാം. അവളിപ്പോ ഒന്ന് നന്നായി വരുന്നേ ഉള്ളൂ. ഇടയ്ക്ക് ശ്വാസം എടുക്കാൻ വയ്യെന്ന് പറയും. അവൻ അകത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. ധ്യാൻ ഋതുവിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയോ മറ്റോ ചെയ്തിരുന്നോ? വിജി ചോദിച്ചു. ഋതുവിനെ കുറിച്ചോ? ഇല്ലല്ലോ. എന്റെ അറിവിൽ അവന് കമ്പനിയിലെ എംപ്ലോയീസ് ആരുമായിട്ടും നേരിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല. ആ ഫോൺ നമ്പർ അബിൻ എന്ന പേരിലാണല്ലോ എടുത്തിട്ടുള്ളത്. അയാളെ കുറിച്ച് എന്തെങ്കിലും? അബിനും ധ്യാനും ഒക്കെ അവൻ തന്നെയാ. +2 ബോർഡിങ്ങിന് പഠിക്കുമ്പോൾ എടുത്ത സിമ്മാണ്. അച്ഛനറിയാതിരിക്കാൻ അബിൻ എന്ന പേരിലെടുത്തു. ആ സിമ്മ് വീട്ടിൽ ഉപയോഗിക്കില്ല. ഫ്രണ്ട്സിനെ വിളിക്കലും മെസ്സേജ് അയക്കലും ആ നമ്പറിലായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലെന്തോ പ്രശ്നമുണ്ടായി. പിന്നെ ഫ്രണ്ട്സുമായി കൂടുന്നതൊക്കെ അച്ഛൻ വിലക്കി. നേരം സന്ധ്യയോടടുത്തു. വിജിയും രഞ്ജിത്തും വിനോദിന്റെ അമ്മയെ കണ്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പുറപ്പെട്ടു. എലൈറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി MD അശോക് മിശ്രയും ഭാര്യ സ്റ്റെല്ലയും തമ്മിൽ പിരിഞ്ഞിട്ട് 6 മാസം തികയുന്നു. സ്റ്റെല്ല ദുബായ് എയർലൈൻസിലും അശോക് അമേരിക്കയിൽ ബിസിനസ്സുമായി കഴിഞ്ഞു പോരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ വസതിയിൽ നിന്ന് വീട്ടുകാരുമായി ഉടക്കി വഴക്കിട്ടിറങ്ങിപ്പോയ മകൻ ധ്യാൻ. അവനായിരുന്നു ഇവർക്കിടയിലെ വില്ലൻ. പക്ഷേ പരസ്പരം പിരിഞ്ഞതിനു ശേഷം അച്ഛനും അമ്മയും തങ്ങളുടെ മകനെക്കുറിച്ച് അന്വേഷിച്ചില്ല. സ്റ്റെല്ല ഒരു അമേരിക്കക്കാരന്റെ കൂടെ പുതിയ ജീവിതം തുടങ്ങി. മിശ്ര പുതിയ ബിസിനസ് പ്ലാനുകളുമായി പണം കൊയ്യാനുള്ള നേട്ടോട്ടത്തിലും. സ്വന്തം ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യമായി ജീവിക്കാൻ കൊതിച്ച 19കാരനെ തേടിയെത്താൻ ആരും തന്നെ താല്പര്യം കാണിച്ചില്ല. അവൻ ആഗ്രഹിക്കുന്ന ജീവിതം ഇതാണെങ്കിൽ പിന്നെ എന്തിന് അവനെ തടയണം? വിജി ഓരോന്നാലോചിച്ച് തല പുകച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് സാർത്തിക്കിന്റെ മെസ്സേജ് വന്ന് കിടക്കുന്നത് ശ്രദ്ധിച്ചത്. ഡാ, ഉബി പോകുവാണത്രേ. ഇവിടെ അടുത്ത് ഏതൊരു ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും ഇവിടെ നിൽക്കാൻ കൂട്ടാക്കുന്നില്ല. അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞെന്ന്. ഓ, അവനോട് പോകാൻ പറ. അല്ല പിന്നെ. വിജി റിപ്ലൈ കൊടുത്ത് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നടുനിവർത്തി. പെട്ടെന്ന് രജിത്ത് അകത്തേക്ക് കയറി വന്നു. സർ, ആ നമ്പർ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. എവിടെയാണത്? വിജയ് ധൃതിയിൽ ലാപ്പിനടുത്തേക്ക് നടന്നു. തിടുക്കത്തോടെ മൗസ് ബട്ടണിൽ അമർത്തി ലൊക്കേഷൻ ട്രേസ് ചെയ്തു. 4 പേരടങ്ങുന്ന സംഘം ഉടനെ തന്നെ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. കരിങ്കാലി ഗ്രാമത്തിന് തൊട്ടു മുമ്പുള്ള മലമ്പ്രദേശം. കുത്തനെയുള്ള കുന്നിനു മുകളിൽ നിന്ന് മലയടി വാരത്തിലേക്ക് ഒഴുകുന്ന കൊച്ചരുവി. നിറയെ പച്ചപ്പ് നിറച്ച് പരവതാനി കണക്കി വിശാലമായി കിടക്കുന്ന അടിവാരത്ത് അടുത്തടുത്തായി 3 കൊച്ചു കുടിലുകൾ. പലയിടങ്ങളിലായി റാന്തൽ തൂക്കിയിട്ടിരിക്കുന്നു. അവർ കുടിലിന് നേരെ നടന്നു. അവിടേക്ക് അടുക്കുംതോറും ഇരുട്ടിൽ നേർത്ത നീലപ്രകാശം അവിടെ ആകമാനം പരക്കാൻ തുടങ്ങി. ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് അവരുടെ കണ്ണിലേക്ക് ഇരച്ചു കയറിയ നീലപ്രകാശം അവിടുത്തെ വശ്യമനോഹരമായ കാഴ്ചകളിലേക്ക് വെളിച്ചം വീശി. ഓരോരുത്തരും വായും പൊളിച്ച് കൊച്ചുകുട്ടികളെ പോലെ ഓരോ ഭാഗത്തേക്കായി പതിയെ നടന്നു. പ്രകൃതിയുടെ മടിക്കുത്തിൽ ഒളിപ്പിച്ചു വെച്ച മനോഹര ബിംബത്തെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. ആകാശത്ത് താരകൾ അവരെ നോക്കി കണ്ണുകൾ ചിമ്മി. വള്ളിപ്പടർപ്പുകളിലും കുറ്റിച്ചെടികൾക്കിടയിലും തൂക്കിയിട്ടേക്കുന്ന കുഞ്ഞു റാന്തലുകൾ. ഒരു വശത്ത് പാറകെട്ടുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന നേർത്ത വെള്ളച്ചാട്ടം. അവിടെയും പ്രകാശം സ്വരിച്ചു നിൽക്കുന്നു. ചെറിയ കുളങ്ങളിലായി ഒഴുകി നടക്കുന്ന കളിത്തോണികൾ. കാഴ്ചയിൽ ചെറുതെങ്കിലും അകവശം അതിവിശാലമായ കുടിലുകൾ. പ്രകൃതിയെ മോഡേൺ രീതിയിൽ അണിയിച്ചൊരുക്കിയ പോലുണ്ട്. പടുകൂറ്റൻ വൃക്ഷങ്ങൾക്ക് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ഏറുമാടങ്ങൾ. മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗീയ കാഴ്ചകളിൽ എല്ലാവരും ഒത്തിരി നേരം ലയിച്ചു നിന്നുപോയി. പെട്ടെന്ന് വിജി തലകുടഞ്ഞ് കണ്ണു തിരുമ്മി കൂടിയുള്ളവരെ തട്ടിയുണർത്തി. എല്ലാവരും അങ്കലാപ്പോടെ പരസ്പരം നോക്കി. പിന്നെ യാന്ത്രികമായി കുടിലിലേക്ക് കയറിപ്പോയി. അവിടെ 4 കുട്ടികൾ ഒച്ചവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ചിരിച്ചും കലപില കൂട്ടിയും മൊത്തത്തിലൊരു ആനന്ദലഹരി. ചുമരുകളിൽ ചായം പൂശിയ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. ഒരാങ്കറിൽ നിറയെ വെളുത്ത ചുവന്ന പുള്ളികളുള്ള തൂവാല തൂക്കിയിട്ടിരിക്കുന്നു.
പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു കുട്ടി വിജിയെ വന്നിടിച്ചു. കിരൺ! വിജി അവനെ നോക്കി ഉച്ചത്തിൽ വിളിച്ചതും എല്ലാവരും അവനെ നോക്കി. അവൻ എന്തോ കണ്ട് ഭയന്ന മട്ടിൽ ആന്റീന്ന് വിളിച്ച് ഒരു റൂമിലേക്ക് ഓടിപ്പോയി. നിമിഷങ്ങൾക്ക് ശേഷം അധികം പ്രായമില്ലാത്തൊരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു. അവർക്ക് പിറകിൽ ഒളിച്ചു നിന്ന് കിരണും. ആരാ? സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. അത് ചേച്ചി, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, വിജി പറഞ്ഞു. അവർ തലയാട്ടി തമിഴിൽ എന്തോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ പുറത്തുനിന്ന് കുടിലേക്ക് കയറി. വിജയെയും കൂട്ടരെയും സംശയത്തോടെ നോക്കി. പിന്നെ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. നിങ്ങൾ എന്നോട് സംസാരിച്ചോളൂ, അക്ക എല്ലാവരോടുമായും സംസാരിക്കാറില്ല. വരൂ, പുറത്തിരിക്കാം. പയ്യൻ പുറത്തേക്കിറങ്ങി. അവന്റെ പിറകെ അവരും. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ്? ആരാ എന്താന്ന് പറഞ്ഞാൽ നന്നായിരുന്നു, പയ്യൻ പറഞ്ഞു. ഞാൻ SP വിഘ്നേഷ്, ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി വന്നതാണ്. ഓ സോറി സാർ, ഇരിക്കാം. അവൻ അടുത്തുള്ള മരബെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി. ഈ കുട്ടികളൊക്കെ നിങ്ങളുടെ ആരാ? ആരുമല്ല, എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റയ്ക്കായിപ്പോയ 4 കുട്ടികളും ഞാനും അക്കയും. ഒറ്റയ്ക്കായിപ്പോയതോ? ഈ കുട്ടികളെക്കുറിച്ച് നിങ്ങളിതെങ്ങനെ തീർത്തു പറയും? അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ടെങ്കിലോ? ഉണ്ട് സർ, അതാണ് ഞാനും പറഞ്ഞത്. ജന്മം നൽകിയതുകൊണ്ട് മാത്രം അവകാശികളായവർ അല്ലേ? പയ്യൻ പുച്ഛത്തോടെ വിജിയെ നോക്കി. അത് കണ്ടപ്പോൾ വിജിക്ക് ചെറുതായി ദേഷ്യം വന്നു. ഈ കുട്ടികളുടെ അവകാശികൾ അവരെ തിരികെ ഇവിടെ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? കുട്ടികളെ അവരുടെ കൂടെ തിരിച്ചയക്കും, കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടെ. അവർക്ക് തങ്ങളുടെ മക്കളോടുള്ള സ്നേഹമാണ് അവരെ ഇവിടെ വരെ എത്തിച്ചത്. അവരത് തിരിച്ചറിയാൻ കുറച്ച് വൈകിയെന്ന് മാത്രം. സന്തോഷത്തോടെ ഒരു കുട്ടിയും ഇങ്ങോട്ട് വന്നിട്ടില്ല, പയ്യൻ വളരെ സൗമ്യതയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. വിജിയും കൂട്ടരും ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് പയ്യൻ അവരുടെ അടുത്തേക്ക് വന്നു. അവന്റെ ഇടത്തെ കൈയിൽ തൂങ്ങി റെനീനും വലത്തെ കൈയിൽ തൂങ്ങി കിരണും ഉണ്ടായിരുന്നു. അവരെ കണ്ട് വിജയൊന്ന് അമ്പരന്ന് പയ്യന്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം സാർ, സാർ ഇവരെ തിരക്കാണ് വന്നതെന്ന്. ഇവരാണ് ഇവിടെ അവസാനമായി വന്ന അതിഥികൾ. അവൻ ചിരിച്ചുകൊണ്ട് ഇരുവരെയും നോക്കി. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? വിജി ചോദിച്ചു. ഞാനും അക്കയും പരിചയപ്പെട്ടിട്ട് 2 വർഷം തികയുന്നു. അക്കയ്ക്കും ആരുമില്ല, എനിക്കും ആരുമില്ല. ഞങ്ങളെ ദുരിതക്കയത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ ഒരു ദൈവതുല്യനുണ്ട്. എന്നെയും അക്കയും പോലെ ഒരാൾ. വ്യത്യാസം ഒന്നേയുള്ളൂ, ഒരുപാട് പൈസയുണ്ട് കയ്യിൽ. ധ്യാൻ ചേട്ടൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു, വേണ്ടതൊക്കെ തന്നു. അന്ന് കണ്ടതാ മുഖം. പിന്നെ സ്വപ്നങ്ങളിലൊക്കെ വന്നു പോകും. ഏതോ മായാലോകത്ത് നിന്ന് അവർ തന്നെയാണ് ഈ കുട്ടികളെയൊക്കെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. പോകുന്നതിന് മുമ്പേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആരെയും മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ പോലും ഞങ്ങൾ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അത് ധ്യാൻ ചേട്ടന് നൽകി ഉറപ്പ് ലംഘിക്കുന്ന തരത്തിലാവും. പെട്ടെന്ന് വിജി ഫോണെടുത്ത് അവർ ട്രേസ് ചെയ്തുകൊണ്ടിരുന്ന നമ്പർ ചെക്ക് ചെയ്തു. അത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. ധ്യാൻ എങ്ങും പോയിട്ടില്ല. അവൻ ഇവിടെയൊക്കെ തന്നെ മറഞ്ഞിരിപ്പുണ്ട്, ആർക്കും പിടികൊടുക്കാതെ. എല്ലാം മറയും നീക്കി ഒരു ദിവസം അവൻ തന്നെ സ്വയം പുറത്തു വരും. പയ്യൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു തൂവാലയെടുത്ത് വിജിക്ക് നേരെ നീട്ടി. ഇതാ, ധ്യാൻ ചേട്ടന്റെ ഓർമ്മയ്ക്ക് ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഈ തൂവാലകൾ. അദ്ദേഹം ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒന്ന്. സ്വന്തം രക്തമായിരുന്നു അദ്ദേഹം ഇതിൽ വരച്ചു ചേർത്തിരുന്നത്. വിജി ആ തൂവാല വാങ്ങിച്ച് വൃത്തിയിൽ മടക്കി പോക്കറ്റിൽ വെച്ചു. സർ, നിങ്ങൾക്ക് നിയമവശം നോക്കി ഞങ്ങളുടെ മേൽ ഒരുപാട് കേസ് ചുമത്താം. നാളെ നിങ്ങൾ പോലീസ് സന്നാഹവുമായി ഇവിടെ വരും. ഇവിടെയുള്ള കുട്ടികളെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ചേർക്കും. എന്നെയും അക്കയും ശിക്ഷിക്കും. എതിർക്കുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിയമം സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ്? നീതി നടപ്പാക്കാൻ. ഇവിടെ ഞങ്ങൾ ചെയ്തതിൽ എന്താണ് നീതിക്ക് നിരക്കാത്തതായുള്ളത്? നിങ്ങൾക്ക് എന്നെ അറിയാമോ? കൊച്ചു വയസ്സിൽ അപ്പനും അമ്മയും ഇട്ടേച്ചു പോയി. കുഞ്ഞു വയറു നിറക്കാൻ അടുപ്പിലെ കരി വാരിത്തുന്ന 4 വയസ്സുകാരന്റെ അപ്പോഴത്തെ വികാരം എന്തെന്നറിയാമോ? അന്ന് നീതിയും നിയമവും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. പതിയെ അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുത്തു. സത്യം നമ്മുടെ പക്ഷത്തായിട്ടും തെളിവുകളുടെ കാഠിന്യത്താൽ ഉരുകിത്തീർന്ന നീതിയും നിയമവും. വിജിക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല. എല്ലാവരും നിശബ്ദമായിരുന്നു. പയ്യൻ പറഞ്ഞതെല്ലാം താഴ്വാരത്തിലൂടെ വീണ്ടും വീണ്ടും പ്രതിധ്വനിക്കും പോലെ. വിജി കുട്ടികളുടെ കൈകൾ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി. നീല വെളിച്ചം മറയും വരെ കാറിന്റെ വിൻഡോ ഗ്ലാസിലൂടെ കിരണും റെനിനും പുറത്തേക്ക് നോക്കിയിരുന്നു. കുഞ്ഞിക്കണ്ണുകളിൽ ഒത്തിരി നല്ല ഓർമ്മകളും പ്രതീക്ഷകളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം വാരിപ്പുണർന്നു. പതിയെ മയക്കത്തിലേക്ക് വീണു. പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസും മനുഷ്യാവകാശ പ്രവർത്തകരും
ചൈൽഡ് ലൈൻ മെമ്പേഴ്സും അടങ്ങുന്ന ഒരു സംഘം മലമ്പ്രദേശത്തെത്തി. കിരണിന്റെയും റെനിന്റെയും കൂടെ അവരുടെ മാതാപിതാക്കളും അവിടെയുണ്ടായിരുന്നു. അവിടുത്തെ മായ കാഴ്ചകൾ കണ്ട് എല്ലാവരുടെയും കണ്ണു തള്ളി. തങ്ങളുടെ ഇത്രയും നാളത്തെ സമ്പാദ്യം കൂട്ടിവെച്ചാൽ പോലും ഇത്രയും മനോഹരമായ ഒരു സ്ക്രീൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ എൽദോയും റാംദേവും തലകുനിച്ചു. പ്രകൃതി ഒരുക്കിയ വിരുന്നാണിത്. അതിനെ ഒന്ന് അണിയിച്ചൊരുക്കി ഇത്തിരി ആർട്ടിഫിഷ്യൽ മേക്കപ്പുകൾ ചെയ്തെന്നു മാത്രം. തങ്ങളുടെ പൊന്നോമനകളിൽ ഉണ്ടായ മാറ്റം കണ്ട് സുമിത്രയും സൈറയും പൂർണ്ണ സംതൃപ്തരായിരുന്നു. കളിച്ചിരികളോടെ ഓടി നടന്ന് വാതോരാതെ ഒച്ചവെച്ച് സംസാരിക്കുന്ന മക്കളെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. കുറ്റബോധം കൊണ്ട് ഹൃദയം വിങ്ങി. ഇത്തരമൊരു സ്വർഗീയ തണലിലാണ് തങ്ങളുടെ മക്കൾ ഈ 3 ആഴ്ചയോളം ജീവിച്ചിരുന്നതെന്നോർത്ത് അവരുടെ മനസ്സ് നിറഞ്ഞു. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കുട്ടികളെ മാനസികമായി ഉന്മാദത്തിലാക്കിയ ആ സ്ത്രീയോടും പയ്യനോടുമുള്ള നന്ദി അവിടെ അങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നു. മറ്റു 2 കുട്ടികളുടെ മാതാപിതാക്കളെ അന്വേഷിച്ചുവെങ്കിലും അവർ മക്കളെ തിരിച്ചു കൊണ്ടുപോവാൻ താല്പര്യം കാണിച്ചില്ല. അവരും തങ്ങളുടെ മാതാപിതാക്കളെ മറന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ സ്ഥലത്തെ ഒരു ഒഫീഷ്യൽ സ്വർഗമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിയമവും നീതിയും ഒരുപോലെ നടപ്പാക്കി. അനാഥ മന്ദിരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത കുറച്ചു കുട്ടികളെയും കൂടി അവിടേക്ക് കൊണ്ടുവന്നു. കുട്ടികളുടെ പഠന മികവിനു വേണ്ടി വിദ്യാലയ അന്തരീക്ഷവും കെട്ടിപ്പടുത്തു. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഗവൺമെന്റ് ഉറപ്പു നൽകി. വിജിയുടെയും റാംദേവിന്റെയും എൽദോ ജോസിന്റെയും നേതൃത്വത്തിലുള്ള സ്വർഗതീരം മാധ്യമങ്ങളിൽ തരംഗമായി. എല്ലാം കണ്ടുകൊണ്ട് നിന്ന പയ്യൻ വിജിക്ക് മുമ്പിൽ നന്ദി സൂചകമായി കണ്ണുകൾ നിറച്ചു. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് തന്റെ മാതാപിതാക്കളും ഇത് കണ്ട് സന്തോഷിക്കട്ടെ എന്നവൻ മനസ്സിൽ കരുതി. കൂടെ തങ്ങളുടെ ദൈവദൂതനും. ധ്യാൻ മിശ്രയെക്കുറിച്ച് മാത്രം ആർക്കും ഒരു വിവരവും ലഭിച്ചില്ല. ഏതെങ്കിലും മായാലോകത്തു നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ടാവും. വിജി രാവിലെ പുറപ്പെട്ടതാണ് ദ മിസ്റ്റീരിയസ് വില്ലേജ് കരിങ്കാലി ഗ്രാമത്തിലേക്ക്. അവൻ കാട്ടാറ് മുറിച്ചു കടന്ന് അവിടെ എത്തി. ഏറുമാടത്തിന് താഴെ മരച്ചുവട്ടിൽ രാജന്റെ മടിയിൽ മാനം നോക്കി കിടക്കുകയാണവൻ. ഉബൈദ്. തങ്ങൾക്ക് പിറകെ നിൽക്കുന്ന വിജിയെ കണ്ട് രാജൻ അവനെ തട്ടിയുണർത്തി. അയാളുടെ കണ്ണിൽ നേരിയ ഭയം നിഴലിച്ചു. വിജിയെ കണ്ടപ്പോൾ ഉബിയൊന്ന് പുഞ്ചിരിച്ചു. ഇത്തിരി വൈകിപ്പോയി അല്ലേടാ? ഉബി ചോദിച്ചു. വിജിയും ചിരിച്ചുകൊണ്ട് അവർക്കരികിൽ വന്നിരുന്നു. മനപ്പുറം വൈകിച്ചതാണെങ്കിലോ? എന്റെ ധ്യാനിനു വേണ്ടി എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ, വിജി പറഞ്ഞു. ഉബി മാനത്തേക്ക് നോക്കി. തെളിഞ്ഞ നീലാകാശം. ആരുമൊന്നും മിണ്ടിയില്ല. വിജിക്ക് എല്ലാം ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷേ മനസ്സനുവദിക്കുന്നില്ല. അറിഞ്ഞിട്ടിപ്പോ എന്താ? എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷം. വിജി, ഞാൻ ധ്യാനിനെ കണ്ടത് എന്നാണെന്നറിയോ? ബോംബെയിൽ നിന്ന് എന്നെയും കുറച്ചുപേരെയും ഞങ്ങളുടെ മുതലാളിമാർ ബാംഗ്ലൂരിലേക്ക് കടത്തി. അന്ന് രാത്രി അവിടെ ഓടക്കരികിൽ അന്തിയുറങ്ങാൻ എത്തിയതായിരുന്നു. ഞങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള തട്ടുകടയിൽ നിന്ന് ഒരു പയ്യനെ ഒരാൾ വന്ന് അടിച്ചിറക്കി കാറിലേക്ക് കയറ്റുന്നതാണ് കണ്ടത്. ഞാൻ കരുതി എന്റെ മുതലാളിയെ പോലെ ഏതേലും കണ്ണിൽ ചോരയില്ലാത്ത ചെറ്റിയാവുമെന്ന്. അച്ഛനാണെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. തല്ലുകിട്ടി പിണങ്ങിയിരിക്കുന്ന എന്നെ പാറമേട്ടിൽ കൊണ്ടുപോയി രാത്രിയിലെ നിലാവെളിച്ചം കാണിച്ചു തരുന്ന പാപ്പച്ചിയാണ് അന്നേരം എനിക്ക് ഓർമ്മ വന്നത്. പിന്നെയും ഞാനവനെ കണ്ടിരുന്നു. ബോർഡിങ്ങിൽ നിന്ന് ഏതോ ഹതഭാഗിന്റെ വയറ്റിൽ കുപ്പിച്ചില് കുത്തിക്കേറ്റി ഓടി രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പതറി. പക്ഷെ അവൻ പൊട്ടിക്കരഞ്ഞു. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ ചെയ്തു പോയതാണെന്നും പറഞ്ഞ് അവൻ എന്റെ കാല് പിടിച്ചു കരഞ്ഞു. അന്ന് അവനും ഞാനും ഒരുമിച്ചാണ് കിടന്നത്. അവന്റെ കഥയെല്ലാം കേട്ട് എനിക്ക് അത്ഭുതമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരച്ഛന് തന്റെ മകനോട് ചെയ്തു കൂട്ടാൻ കഴിയുമോ? ഒരുപാട് സമയം കഴിഞ്ഞ് 2 പോലീസുകാർ ഞങ്ങളെ തേടിയെത്തി. അവനെ അവന്റെ അച്ഛൻ വന്നുകൊണ്ടുപോയി. പോലീസുകാരുടെ ധീരത തെളിയിച്ചത് എന്റെ ദേഹത്തും. കുത്തിയത് അവനാണെന്ന് ധ്യാൻ ആവത് പറഞ്ഞിട്ടും എന്റെ പേരിൽ കേസ് ഫയൽ ചെയ്തു. അയാൾക്ക് ചെറിയ മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. കാശ് കൊടുത്ത് അയാളെ കൊണ്ട് പറയിപ്പിച്ചു ഞാനാണ് അക്രമിയെന്ന്. കേസൊക്കെ കഴിഞ്ഞ് ഒന്ന് നേരെ ശ്വാസമെടുക്കുമ്പോൾ മുതലാളി അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നിന്നും കിട്ടി ജീവിതാന്ത്യം വരെ ഓർമ്മിക്കാനുള്ളത്. അവിടെ നിന്നോടി രക്ഷപ്പെടുകയായിരുന്നു, മനുഷ്യവാസമില്ലാത്ത ഏതെങ്കിലും ലോകത്തേക്ക്. പക്ഷേ ഞാൻ തോറ്റുപോയി. ജോലി അന്വേഷിച്ചുള്ള അലച്ചിലിനൊടുവിൽ വീണ്ടും ധ്യാനിനെ കണ്ടുമുട്ടി. അവൻ അച്ഛന്റെ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. വളരെ ചെറുപ്പത്തിലെ അവൻ വലിയ ജോലിഭാരവും പേറി നടക്കുന്നു. അവന് വേണ്ടി ഞാനാണ് അബിൻ എന്ന പേരിൽ സിം എടുത്തു കൊടുത്തത്. അത് സൂക്ഷിച്ചു വെക്കാൻ ധ്യാനിന് പേടിയായിരുന്നു. അച്ഛൻ കണ്ടാൽ എന്തുത്തരം പറയും? ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം അറിയാവുന്ന നമ്പർ.
അങ്ങനെ ഒരിക്കൽ ധ്യാൻ കമ്പനിയിലെ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ കാര്യം പറഞ്ഞു. അവന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ അവനെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നായിരുന്നു. ആരും അറിയാനും പാടില്ല. ഞാൻ തന്നെ അതിനുള്ള മാർഗവും പറഞ്ഞുകൊടുത്തു. വിനോദിന് ധ്യാനിനെക്കുറിച്ച് മാത്രമേ അറിയൂ. ഞങ്ങൾ രണ്ടുപേരും അവനുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അവൻ ധ്യാനാണെന്ന് കരുതി എന്നോടും സംസാരിക്കും. എന്നെക്കുറിച്ച് പറയേണ്ടെന്ന് ധ്യാനോട് ഞാനും നിർബന്ധം പിടിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വിനോദ് സിമ്മും ഫോണും തിരിച്ചേൽപ്പിച്ചു. അതിൽ പിന്നെ അവനുമായുള്ള ബന്ധമില്ലാതായി. ധ്യാൻ എപ്പോഴും പറയും, തന്റെ പേരൻസിനൊഴികെ തന്നെ അറിയാവുന്ന എല്ലാവർക്കും തന്നോട് നിറഞ്ഞ സ്നേഹം മാത്രമാണ്. അവർക്കൊക്കെ ഒരു പരാതിയേ ഉള്ളൂ, മുടിഞ്ഞ കുടിയും വലിയും. ഇത് നിർത്തിയാൽ പിന്നെ ഞാനല്ലാതെയാകും. വല്ല ക്രിമിനലുമായി ജയിലിൽ കിടന്ന് വധശിക്ഷ വരെ ഏറ്റുവാങ്ങേണ്ടി വരും. അവനെ ആ കാര്യത്തിൽ ഞാൻ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാനും അവനെ പോലെ തന്നെയായിരുന്നു. ഈ രാജേട്ടൻ കാരണം ഇപ്പോൾ വലിയ തോതിലില്ല. ഉബി രാജനെ നോക്കി ചിരിച്ചു. വിജിയും. അന്ന് സ്റ്റേഷനിൽ വിജിയുടെ പേരിൽ വന്ന ലെറ്റർ വായിച്ചപ്പോൾ പെട്ടെന്ന് ഉബിയുടെ മുഖമാണ് വിജിയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അതിലെ വടിവത്ത കൈയക്ഷരം, അതിലുപയോഗിച്ച ഭാഷാരീതി, നന്നായി എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന ആ കൊച്ചു പ്രാസംഗികന്റെ മുഖം എന്തുകൊണ്ടോ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. കരിങ്കാലി ഗ്രാമം അവന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതും അതിലെ ഭാഷ തനിക്ക് അത്രയും പരിചിതമായതുകൊണ്ടാവാം. അതിൽ വരച്ചുവെച്ച അടയാളങ്ങളും ചിത്രങ്ങളും കണ്ടപ്പോൾ പണ്ട് ഉബി കടലാസിൽ തനിക്ക് മുന്നിലുള്ള എന്തേലും സാധനങ്ങൾ അവന്റേതായ രീതിയിൽ മാറ്റിവരച്ച് അത് എന്തെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നതാണ് ഓർമ്മ വന്നത്. വിനോദ് അന്ന് ഫോൺ വാങ്ങിയതും തിരിച്ചു കൊടുത്തതും ഒരു കടയിലാണെന്ന് പറഞ്ഞു. ആ ഷോപ്പിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉബി അവിടെ ജോലി ചെയ്തിരുന്നതായി അറിയാൻ സാധിച്ചു. ഉബിയുടെ ഫോട്ടോ കണ്ട് വിനോദ് അവനെ തിരിച്ചറിയുകയും ചെയ്തു. ധ്യാൻ മിശ്ര എന്ന വ്യക്തിയെക്കുറിച്ച് വിജി രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ഉബി തന്നെയാണ് തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെന്ന് ബോധ്യമായി. ധ്യാനിന് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവൻ ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം വിജി ഒരു പക്ഷേ എല്ലാം അറിയാമായിരുന്നിട്ടും മൗനം നടിച്ചു നടന്നത്. ധ്യാനിന്റെ രക്തം പതിഞ്ഞ 4 തൂവാലുകളാണ് ഉണ്ടായിരുന്നത്. എൽദോയുടെയും റാംദേവിന്റെയും വീട്ടിൽ നിന്ന് ലഭിച്ച ഓരോന്നും, ഡയറി പൊതിഞ്ഞ ഒന്നും, പിന്നെ ഇന്നലെ വിജിക്ക് പയ്യൻ നൽകിയതും. അതിലെ ബ്ലഡ് സാമ്പിളും അന്ന് റാംദേവിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച കിരണിന്റെ ഷർട്ടിലെ ചുവന്ന അക്ഷരങ്ങളിലെ ബ്ലഡ് സാമ്പിളും വ്യത്യസ്തമായിരുന്നു. ഉബി, നിനക്ക് എന്നു തൊട്ടാണ് ഋതുവിനോട് പ്രണയം തുടങ്ങിയത്? വിജി അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഉബി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. അതൊക്കെ സംഭവിച്ചു പോയി. ഋതുവിനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. ബാംഗ്ലൂരിൽ അവൾ ഒരുപാട് തവണ വന്നു പോയിട്ടുണ്ട് ആന്റിയുടെ കൂടെ നിൽക്കാൻ. ഋതുവിന് എലൈറ്റ് കമ്പനിയിൽ ജോലി ശരിയായപ്പോൾ ധ്യാനോട് ഒരുപാട് തവണ പറഞ്ഞു എന്നെയും എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റാൻ. പക്ഷേ അവന്റെ അച്ഛനെങ്ങാനും എന്നെ കണ്ടാൽ പിന്നെ ഞാൻ ജയിലിൽ കിടന്ന് ഗോതമുണ്ട വിഴുങ്ങേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവനൊട്ടും സമ്മതിച്ചില്ല. പകരം അവളുടെ ഡേ ബൈ ഡേ ഡീറ്റെയിൽസ് മൊത്തം അവൻ പറഞ്ഞു തന്നു. എന്റെ മുടിഞ്ഞ പ്രേമം കണ്ട് അവൻ അവളോട് പറയാൻ നിർബന്ധിച്ചു. എന്നിട്ടെന്തിനാ? എങ്ങാനും അവൾ തിരിച്ചും പ്രേമിക്കുവാണെങ്കിൽ പിന്നെ ഞാൻ മൊയ്തീനും അവൾ കാഞ്ചനയുമായി അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ മാത്രം അറിഞ്ഞുള്ള കളിയാകുമ്പോൾ പിന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ചിലതൊക്കെ അങ്ങനെ പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കണം. കൂടുതൽ അടുക്കും തോറും പിരിയാൻ പ്രയാസം കൂടി വരും. നാട്ടിൽ അവൾ നീയുമായി പ്രണയത്തിലാണെന്ന് നിങ്ങളുടെ കല്യാണത്തിന്റെ അന്നാണ് ഞാൻ അറിയുന്നത്. അതുകൂടി ആയപ്പോൾ പിന്നെ എനിക്കൊന്നും നോക്കാനുണ്ടായില്ല. അവളുടെ ഒരു ഫോട്ടോയും എടുത്ത് ഡയറിയിൽ വെച്ച് ആ അധ്യായം അങ്ങ് അടച്ചു വെച്ചു. സ്റ്റേഷനിലേക്ക് കത്തയച്ചപ്പോൾ നിങ്ങളെത്തും മുന്നേ ഡയറി അവിടുന്ന് മാറ്റണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ മറന്നുപോയി. അവൻ വിജയെ നോക്കി ഇളിച്ചു കാട്ടി. അതേതായാലും നന്നായി. അത് കാരണമാണ് ആ നമ്പർ കിട്ടിയത്. അല്ല, ആ സിമ്മ് നീ എന്ത് ചെയ്തു? നിങ്ങൾ ഇന്നലെ ആ കുട്ടിയുടെ അടുത്തെത്തിയ ശേഷം ഞാൻ ആ സിമ്മ് പൊട്ടിച്ചു കളഞ്ഞു, ഉബി പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും എന്റെ രാജേട്ടാ, എന്തൊരു അഭിനയമാണ്. കണ്ണിലെ തിളക്കം കണ്ടാൽ ആളങ്ങ് വിശ്വസിച്ചു പോവും. വിജി രാജന്റെ പുറത്ത് പതിയെ തട്ടി. ഇവൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ധ്യാനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാ ഇവനെല്ലാം പറയുന്നത്. നിങ്ങളിവിടെ വരുമെന്നും ഇവന്റെ പേര് അഭിനാണെന്നും പറഞ്ഞ് ധ്യാന്റെ കഥകളൊക്കെ പറയണമെന്നും പറഞ്ഞു. ആദ്യം കള്ളം പറയാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഇവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി. അപ്പോ പിന്നെ ഇവൻ അക്ഷരം പ്രതി അനുസരിച്ച് നല്ല കുട്ടിയായി. രാജൻ കള്ളച്ചിരി ചിരിച്ചു. നീ പൊളിയാടവേ? വിജി ഉബൈദിന്റെ ചുമലയിൽ പിടിച്ചു കുലുക്കി. പിന്നല്ല, എന്റെ ധ്യാൻമോൻ അവിടെ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ.
ഉബി ആകാശത്തേക്ക് കണ്ണു ഉയർത്തി നോക്കി. തന്റെ മാതാപിതാക്കളോടുള്ള അരിശം തീർക്കാൻ ധ്യാൻ കണ്ടെത്തിയ മാർഗം ഉബൈദിനെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷെ അത് സഫലമാക്കും മുന്നേ അവൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നു. ലഹരിയുടെ തീക്ഷ്ണതയാൽ ജീർണിച്ചുപോയ ധ്യാനിന്റെ ശരീരത്തെ രക്ഷിക്കാൻ ഉബൈദിന് കഴിഞ്ഞില്ല. അവന്റെ ഹൃദയം ഭൂമിയിൽ ഉപേക്ഷിച്ച് ആത്മാവ് ആകാശത്തേക്ക് പറന്നുപോയി. ധ്യാനിന്റെ ആഗ്രഹമായിരുന്നു നീല വെളിച്ചം വീശുന്ന ഒരു സ്വർഗീയ ലോകം പണിതെടുക്കുക എന്നത്. അവിടെ പാറിപ്പറക്കാൻ കുഞ്ഞു ശലഭങ്ങളും. അക്കയെയും പയ്യനെയും ധ്യാൻ പറഞ്ഞ് ഉബൈക്ക് നേരത്തെ അറിയാം. അവർ കണ്ടത് ധ്യാനിനെയാണ്. തങ്ങൾക്ക് വേണ്ടി സ്വർഗീയ ലോകം തീർത്ത ധ്യാനിനെ ദൈവദൂതനായി അവർ നെഞ്ചോട് ചേർത്തു. ധ്യാന് അവന്റെ അച്ഛൻ നൽകിയത് പണത്തിന്റെ ഒരു വലിയ കൂമ്പാരമാണ്. ആ കാര്യത്തിൽ അവന് അയാളോട് കടപ്പാടുണ്ട്. എനിക്കെന്റെ വാപ്പ തന്നിട്ട് പോയത് വിങ്ങുന്ന സ്നേഹവും ഓർമ്മകളും. ആരുമില്ലാത്തവരെക്കുറിച്ച് വിലപിക്കാൻ എല്ലാവരും കാണും. എല്ലാം ഉണ്ടായിട്ടും തനിച്ചായവരെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുവോ? മറ്റുള്ളവരുടെ കണ്ണിൽ അവർ എല്ലാം തികഞ്ഞ ഭാഗ്യശാലികളാണ്. നമുക്ക് നമ്മളെ അറിയുന്ന അത്രയും ആർക്കും നമ്മളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതാണ് സത്യം. ഉബി മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കി. കൂടെ രാജനും വിജിയും. പെട്ടെന്ന് ആകാശം ഇരുണ്ടു. മേഘങ്ങൾ ഒത്തുകൂടി. മഴത്തുള്ളി അവരിലേക്ക് ഊർന്നിറങ്ങി. മാനത്തെ മേഘങ്ങൾക്കിടയിൽ നിന്ന് ആത്മാക്കളുടെ കണ്ണുനീർ അവരെ നനയിച്ചുകൊണ്ടിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാനിച്ചു. കൂടുതൽ നല്ല കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.